നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. മോദിയുടെ മൂന്നാം വരവിന് തടസ്സങ്ങൾ നീങ്ങിയതോടെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ സജീവം. കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി മന്ത്രിയാകും. സുപ്രധാന വകുപ്പുകൾ BJP ഘടകകക്ഷികൾക്ക് വിട്ടുകൊടുക്കില്ല. പൊതു മിനിമം പരിപാടിക്ക് രൂപം നൽകണമെന്ന ആവശ്യം നിതീഷ് ഉന്നയിച്ചു കഴിഞ്ഞു. വകുപ്പുകളിലും ചെറുതല്ല ആവശ്യങ്ങൾ. സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് തന്നെ സർക്കാരിനെതിരെ പോർമുഖം തുറന്ന് ശക്തി കാട്ടാൻ തുടങ്ങി ഇന്ന് രാഹുൽ ഗാന്ധി. എക്സിറ്റ് പോളുകളെ മറയാക്കി. കോടികളുടെ ഓഹരി കുംഭകോണത്തിന് മോദിയും അമിത്ഷായും പങ്കാളികളാണെന്നാണ് രാഹുലിന്റെ ആരോപണം. കാത്തുകാത്തിരിക്കുന്ന പ്രതിപക്ഷം. ഇരട്ട എഞ്ചിൻ പോലെ നിതീഷും നായിഡുവും. മന്ത്രിസഭാ ചർച്ചകളിൽ പോലും കല്ലുകടിയാകുമോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. പ്രൈം ഡിബേറ്റിൽ സെന്റർ ഫോർ പോളിസി റിസർച്ച് അക്കാദമി ചെയർമാൻ ഡോക്ടർ ബി ധനുരാജ്, കോൺഗ്രസ് വക്താവ് ശ്രീ GV ഹരി, BJP വക്താവ് ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ TP ജയചന്ദ്രൻ, എന്തായാലും മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. അതിനെക്കുറിച്ചുള്ള വിശ്വസനീയമായ വാർത്തകൾ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലെ വിവരമനുസരിച്ച് JDU കുറഞ്ഞത് 3 ക്യാബിനറ്റ് ബർത്തുകളെങ്കിലും വേണം എന്ന ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. ഇത് ഇപ്പോൾ 2019 നമുക്ക് ഓർമ്മയുള്ളതാണ്. അന്ന് വൻ ഭൂരിപക്ഷത്തിൽ ഒറ്റയ്ക്ക് തന്നെ BJPക്ക് മറ്റ് ഘടകകക്ഷികളെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അന്ന് ഒരു ക്യാബിനറ്റ് ബർത്ത് ഓഫർ ചെയ്തതാണ്, ഒരു ടോക്കൺ എന്ന രീതിയിൽ JDUവിന്. അവർ അത് വേണ്ടെന്ന് നിരസിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്തവണ പക്ഷേ ഘടകകക്ഷികളുടെ ഈ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ട ഒരു നില വന്നിരിക്കുകയല്ലേ? സംശയമില്ലാത്ത കാര്യമാണല്ലോ. 12 MP ഉള്ള സ്ഥാനത്ത് 3 ബർത്തുകൾ ആവശ്യപ്പെട്ടത് തന്നെ അതിന് ഉദാഹരണമാണ്. അത്തരത്തിലാണ് മറ്റ് ഘടകകക്ഷികളുടെ ആവശ്യവും. ആദ്യമായിട്ടാണല്ലോ നരേന്ദ്രമോദി ഇങ്ങനെ ഒരു കാര്യം അഭിമുഖീകരിക്കുന്നത്. മഞ്ജുഷേ, ഘടകകക്ഷികൾക്ക് അവരുടെ അവകാശവാദങ്ങൾ ഉന്നയിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് പരമാവധി ലഭിക്കും എന്ന് നോക്കേണ്ടത് അവരുടെ ബാധ്യതയാണ്, അവരുടെ ഉത്തരവാദിത്തമാണ്, അവരുടെ രാഷ്ട്രീയപരമായ അവരുടെ നീക്കങ്ങൾ നടത്തേണ്ടവരുടെ കഴിവാണ്. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയെയും ദേശീയ ജനാധിപത്യ സഖ്യത്തെയും അറിയുന്ന ആളുകൾക്ക് ഇത് എത്ര കാലം ഇതിന് ആയുസ് ഉണ്ടാകുമെന്ന് നമുക്കറിയാം. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഒന്നുമില്ലാത്തൊരു കാലഘട്ടത്തിൽ നരേന്ദ്രമോദിയുടെ 10-22 വർഷക്കാലത്തെ രാഷ്ട്രീയ ചരിത്രം അറിയാവുന്നവർക്കറിയാം അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തി, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായ അദ്ദേഹത്തിൻ്റെ നൈപുണ്യം, അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കുന്ന സഹപ്രവർത്തകന്മാരുടെ MP-മാരുടെ കഴിവുകൾ, ഇതിനൊക്കെ അപ്പുറത്തേക്കൊന്നും ഇതിന് അധിക ദിവസം ആയുസ് ഉണ്ടാവില്ല. ഉണ്ടാകില്ല എന്നാണ് ഘടകകക്ഷികളുടെ വിലപേശലിന് ആയുസ് ഉണ്ടാകില്ല എന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഘടകകക്ഷികളുടെ വിലപേശലിന് ആയുസ് ഉണ്ടാകില്ല എന്നാണോ? അല്ല, മാന്യമായ പരിഗണന അവർക്ക് സ്വാഭാവികമായിട്ടും കൊടുക്കും. അതാണല്ലോ ഒരു മുന്നണിയുടെ കെട്ടുറപ്പും മുന്നണിയുടെ മര്യാദയും എന്ന് പറയുന്നത്. മാത്രമല്ല, താങ്കൾക്ക് തന്നെ അറിയാം, കഴിഞ്ഞ 2 തവണയായിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് മറ്റ് ഘടകകക്ഷികളുടെ ഒന്നും ആ അർത്ഥത്തിൽ ഉണ്ടായിരുന്ന സഹകരണം ആവശ്യമുണ്ടായിരുന്നില്ല. പക്ഷേ BJP ദേശീയ ജനാധിപത്യ സഖ്യത്തെ ശക്തിപ്പെടുത്താനും അകന്നു നിൽക്കുന്ന ആളുകളെ കൂടെ ചേർക്കാനും ഉള്ള ആശയപരമായിട്ടുള്ള രാഷ്ട്രീയപരമായ നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഇത്തവണയും നമുക്കറിയാം. ഇപ്പോൾ തന്നെ വളരെ വ്യക്തമായിട്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ 1ാമത്തെ യോഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു, പുറത്തു നിൽക്കുന്ന ആളുകളെ ചേർത്തുകൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ അടിത്തറ വിപുലപ്പെടുത്തും, അതിന്റെ ഘടന മാറ്റും. അതിനനുസരിച്ച് ചർച്ചകളും നീക്കങ്ങളും നമുക്കൊക്കെ അറിയാം. അത് വളരെ നേരത്തെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. അതിനനുകൂലമായ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ടാണ് രാഷ്ട്രീയപരമായിട്ടുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന അറിവുകൾ. അതുകൊണ്ട് 10-12 സീറ്റുകളുള്ള 5-6 സീറ്റുകളുള്ള ആളുകളുടെ വിലപേശലിന്റെ കഴിവുകളൊക്കെ നമുക്കൊക്കെ അറിയാം. അതിനു പകരം എന്തൊക്കെ തന്ത്രങ്ങളാണ്. തുടക്കകാലം 293 എന്ന് ആരംഭിച്ച് ഇപ്പോൾ അത് 300 കടന്നിരിക്കുന്നു. ഇനിയും ഇപ്പോൾ പലരും UP അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ പോലും പലരും പങ്കെടുക്കുന്നില്ല എന്നുള്ളതും പലരും അത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു എന്നുള്ളതും നമുക്കറിയാം. രാഷ്ട്രീയ ഇടനാഴികളിലെ സജീവമായ ചർച്ചാ വിഷയമാണല്ലോ. ഇന്ത്യ സഖ്യത്തിൽ അങ്ങനെ അത് കേട്ടിട്ട് ഇവിടെ ശ്രീ GV ഹരി, കോൺഗ്രസിന്റെ വക്താവായ ശ്രീ GV ഹരി ചിരിക്കുന്നുണ്ടായിരുന്നു. ശ്രീ GV ഹരി, എന്താണ് അങ്ങനെ ഒരു കല്ലുകടി ഇന്ത്യ സഖ്യത്തിലുണ്ടോ? ഒരു കല്ലുകടിയും ഇല്ല. അതൊക്കെ അദ്ദേഹത്തിന്റെ ആഗ്രഹമാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിനകത്ത് മഞ്ജുഷ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ആത്മവിശ്വാസമൊന്നും ഇപ്പം ജയേന്ദ്രൻ മാഷെ പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസമൊന്നും എന്തായാലും NDAക്കും അതോടൊപ്പം BJPക്കും ഇല്ല. എൻ്റെ കാരണം കൂടി ഞാൻ പറയാം. 2014 ഇവർക്ക് ഇത് ആദ്യത്തെ ഒരു അനുഭവമാണ്.
2014 അവരധികാരത്തിൽ വരുമ്പോൾ 282 എന്ന് പറയുന്ന കേവല ഭൂരിപക്ഷം BJPക്ക് മാത്രമുണ്ടായിരുന്നു. അന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 44 സീറ്റിലാണെന്ന് കോൺഗ്രസ് ഉള്ളത്. രണ്ടാമത് തവണ 2019 അധികാരത്തിൽ വരുമ്പോഴും അവർക്ക് 303 സീറ്റിൻ്റെ കേവല ഭൂരിപക്ഷം കടന്ന് 303 സീറ്റ് BJPക്ക് ഉണ്ടായിരുന്നു. ചരിത്രത്തിലാദ്യമായി കഴിഞ്ഞ 10 വർഷത്തിന് ശേഷം ഈ മോഡി സർക്കാർ അധികാരത്തിൽ 3ാം തവണ വരുമ്പോൾ അവരുടെ അവസ്ഥ എന്താണ്? 240 എന്ന് പറയുന്ന കേവല ഭൂരിപക്ഷത്തിൽ എത്തിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ കണ്ടു, ഇതുവരെ നമ്മൾ കാണാത്ത കഴിഞ്ഞ 10 വർഷക്കാലം നരേന്ദ്രമോദി എവിടെടുത്തിരുന്നാൽ തൊട്ടടുത്ത് രാജ്നാഥ് സിംഗും അതിൻ്റെ വലതുവശത്തായിട്ട് അമിത് ഷായും ഇരിക്കുന്ന ചിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി NDA നിങ്ങളുടെ മാധ്യമങ്ങളെല്ലാവരും അവിടെ പറഞ്ഞത് റിപ്പോർട്ട് ചെയ്തതുപോലെ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ആദ്യമായി NDA യോഗം 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്നു. NDA എന്ന് പറയുന്നത് വെറും ഒരു 3 അക്ഷരത്തിൽ മാത്രമായിരുന്നുവെങ്കിൽ ആദ്യമായി ഈ ഘടകകക്ഷികളെ എല്ലാവരെയും വിളിച്ചു ചേർത്ത് പ്രത്യേകിച്ച് അവർക്ക് മോഡിയുടെ തൊട്ടടുത്ത് സീറ്റ് നൽകി എല്ലാ പരിഗണനകളും നൽകിക്കൊണ്ട് ശ്രീ ചന്ദ്രബാബു നായിഡുവിനും അതോടൊപ്പം തന്നെ നിതീഷ് കുമാറിനെയും അടുത്തിരുത്തിക്കൊണ്ട് അതോടൊപ്പം ഷിൻഡെ ചെയ്യരുതെന്നല്ല ഞാൻ പറയുന്നത്, അത് സ്വാഭാവികമായിട്ട് ചെയ്യേണ്ടി വരും. പക്ഷേ ഇവരുടെ സമീപനത്തിൽ ശ്രീ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും സമീപനത്തിൽ ഞങ്ങളത് ചെയ്യുന്നതിൽ അത്ഭുതമില്ല, അവർക്കത് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഈ സാഹചര്യം അനുസരിച്ച് മാറാൻ കഴിയാത്ത നേതാക്കളാണോ ഇവരൊക്കെ? എത്രയെടുത്ത് ഭരണം പിടിക്കാൻ കഴിഞ്ഞിരുന്നു? അല്ല, അവിടെയൊക്കെ ഈ അമിത്ഷായുടെയും മോദിയുടെയും തന്ത്രങ്ങളാണ് അവസാനം വിജയിച്ചത്. അപ്പോൾ ഓരോ സാഹചര്യത്തിനനുസരിച്ച് എത്രയോ സംസ്ഥാനങ്ങളിൽ ഇവർ അടവ് നയം മാറ്റിയിട്ടുണ്ട്. അതുപോലെ ഇതൊക്കെ ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ ഇവർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. 10 വർഷം അവരെടുത്തിരിക്കുന്ന ഒരു നിലപാട് നമ്മൾ ശ്രദ്ധിച്ചാൽ അവർക്ക് മാറാൻ കഴിയുമോ എന്ന് മഞ്ജുഷ ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. 10 വർഷക്കാലം അവരുടെ സമീപനം എന്തായിരുന്നു? ഇവർ രണ്ടുപേരും കൂടി ഈ നമ്മൾ പറയാറില്ല ഈ ഡോസ് അവർ തമ്മിൽ തീരുമാനിച്ചതിന് ശേഷം കാര്യങ്ങൾ നടപ്പാക്കും. ഇവിടെ BJPക്ക് അകത്ത് പോലും ഇത് ചർച്ചയുണ്ടാവില്ലാറില്ല. BJPക്ക് അകത്തുള്ള നേതാക്കന്മാർ അടക്കം പറയുന്നു, നമുക്കെല്ലാവർക്കും കേൾക്കാം. അദ്ദേഹം പറഞ്ഞ ഇടനേഴയിൽ സംസാരിക്കുന്ന BJP നേതാക്കന്മാരാണ്. എന്തിനേറെ പറയുന്നു, ശിവസേന നിതിൻ ഗഡ്കരി പ്രധാനമന്ത്രിയായി കഴിഞ്ഞാൽ കൂടുതൽ പിന്തുണ നൽകാമെന്ന് പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്താണ്. അത് ഇവരുടെ ഒരു സമീപനം ഏകപക്ഷീയമായിട്ടുള്ള ഒരു അതോറിറ്റേറിയൻ സമീപനം, ജനാധിപത്യപരം ഒട്ടുമില്ലാതെ അത് പാർലമെന്റിലായിക്കോട്ടെ പുറത്തായിക്കോട്ടെ BJPക്ക് അകത്തായിക്കോട്ടെ ഈ രണ്ടുപേരും മാത്രം എടുത്തുകൊണ്ടുവരുന്ന തീരുമാനങ്ങൾ ഇപ്പോൾ 5, 6, 7 പേര് അല്ലെങ്കിൽ 10, 15 പേരുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടി വരുന്നു. അതുമാത്രമല്ല, സർക്കാർ രൂപീകരിക്കുന്നതിന് മുമ്പ് മഞ്ജുഷേ നമ്മൾ ചരിത്രത്തിൽ ആദ്യമായി തന്നെ എനിക്ക് എൻ്റെ ശ്രദ്ധയിൽ എൻ്റെ ഓർമ്മയിൽ ഞാൻ ആദ്യമായിട്ടാണ് 3-4 അവകാശങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ അവർ ആവശ്യപ്പെടുന്നു. സീറ്റിൻ്റെ കാര്യം മാത്രമല്ല, ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, അഗ്നിവീർ പദ്ധതി നടപ്പാക്കരുത്, പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം, ജാതി സെൻസസ് രാജ്യത്ത് നടപ്പാക്കണം എന്ന് സർക്കാർ വരുന്നതിന് മുമ്പ് BJPയോട് അവർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ എന്തുമാത്രം എത്ര ശക്തമാണ് 12ഉം 17ഉം സീറ്റുകളുള്ള നമുക്കറിയാം ഒരു രാഷ്ട്രീയ പാർട്ടികൾ എത്രത്തോളം 240 സീറ്റുള്ള BJPയോട് അവർ വിലപേശുന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു വിലപേശാനുള്ള കപ്പാസിറ്റി ഇപ്പോൾ എത്രത്തോളം വർദ്ധിച്ചിരിക്കും? ശരി ഡോക്ടർ ധൻരാജ്, ഇങ്ങനെ ഒരു വിലപേശൽ അതിൽ BJPക്ക് വഴങ്ങിക്കൊടുക്കേണ്ടി വരുമെന്ന് തന്നെയാണോ താങ്കൾ വിലയിരുത്തുന്നത്? കാരണം അപ്പുറത്തെ സൈഡിൽ ഏത് സമയവും ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു ഉരസൽ ഉണ്ടാവുകയാണെങ്കിൽ ആ അവസരം വിനിയോഗിക്കാൻ തയ്യാറെടുത്തിരിക്കുന്ന ഇന്ത്യ സഖ്യം ഉണ്ടല്ലോ. അവർക്കും കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ ഇവിടെ നിന്ന് ആളുകളെ അടർത്തിയെടുത്താൽ മതി, അല്ലെങ്കിൽ അവർ സ്വമേധയാ വരാൻ തയ്യാറായാൽ മതി. അങ്ങനെ വരുമ്പോൾ വിട്ടുവീഴ്ചകളുടെ അങ്ങേയറ്റത്തേക്ക് പോകേണ്ട ഒരു ഗതികേടിലേക്ക് BJP എത്തുകയാണോ ഈ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ തുടങ്ങി വെച്ചിരിക്കുന്ന ഈ സമയത്ത്? എനിക്ക് അങ്ങനെ ഒരു ഒബ്സർവേഷൻ എൻ്റെ ഭാഗത്തുനിന്നില്ല. കാരണം നമ്മളെന്നും കോയിലേഷൻ പൊളിറ്റിക്സ് ദശാബ്ദങ്ങളായി പരിചയിച്ചിട്ടുള്ള കേരളത്തിൽ നിന്നാണല്ലോ നമ്മളിത് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാലോ കോയിലേഷൻ്റെ പുൾസ് ആൻഡ് പ്രഷേഴ്സ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഇതിനൊരു പുതുമയായിട്ട് നമ്മൾ സംസാരിക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ 2 ടേമിൽ ഏകദേശം 30 വർഷങ്ങൾക്ക് ശേഷം ഒരു പാർട്ടിക്ക് അബ്സല്യൂട്ട് മെജോറിറ്റിയും അതിനേക്കാളും കൂടുതലായിട്ട് 282, 303 സീറ്റുകൾ വാങ്ങിച്ചുകൊണ്ട് BJP ഭരിച്ചപ്പോൾ അതിനെ വെച്ച് കമ്പയർ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിസ്കഷനിലേക്ക് നമ്മളെല്ലാം പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മാത്രമല്ല, മോഡി അദ്ദേഹത്തിന്റെ 2002 തൊട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്തേക്ക് വന്നതിന് ശേഷം ഒരിക്കൽ പോലും ഒരു കോയിലേഷൻ ഗവൺമെന്റിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. എപ്പോഴും ഗുജറാത്തിലാണെങ്കിലും കേന്ദ്രത്തിലാണെങ്കിലും അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കൗതുകമുണ്ട്, ഒരു ചർച്ച ചെയ്യാനുള്ള ഒരു പല കാരണങ്ങളുണ്ടാവാം.
പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം രാഷ്ട്രീയക്കാരെന്നും അവര് സാഹചര്യത്തിനനുസരിച്ചിട്ട് മാറുന്നതാണ്. പിന്നെ ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ റിലേറ്റീവായിട്ട് നമ്മൾ അതിനെ ഡിസ്കസ് ചെയ്യുമ്പോൾ മോഡിക്ക് ഭൂരിപക്ഷം ഇല്ല എന്ന് പറയുമ്പോൾ അതിൽ വിലപേശലുമായിട്ട് ഈ പാർട്ടികളൊക്കെ വരുന്നത് വളരെ സ്വാഭാവികമാണ്. നമ്മൾ കേരളത്തിലൊക്കെ എപ്പോഴും കാണുന്നതല്ലേ, എത്രയോ പരിണത പ്രജ്ഞരായ രാഷ്ട്രീയ നേതൃത്വത്തെ പോലും ചോദ്യം ചെയ്യുന്ന ഒരു പാർട്ടിയോ ഒരു MLA യോ 2 MLA പാർട്ടികളൊക്കെയുള്ള ഭരിക്കുന്ന സംസ്ഥാനമല്ലേ കേരളം. അങ്ങനെ തന്നെയാണ് ഇതിനെ കാണുന്നത്. ഞാൻ അതിനെ അങ്ങനെ തന്നെയാണ് കാണുന്നത്. പക്ഷെ ഇതിൽ ഈ വിലപേശലിൽ എത്രത്തോളം നടത്താൻ പറ്റുമെന്നുള്ളതിൽ 2 വശങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഇത്രയും നേരം സംസാരിക്കുന്ന എല്ലാവരും സംസാരിക്കുന്ന ഇവിടുന്ന് കുറച്ച് ആൾക്കാർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഗവൺമെന്റ് രൂപീകരിക്കാമെന്നുള്ളത്. നമ്മൾ എന്തുകൊണ്ടാണ് തിരിച്ചാലോചിക്കാത്തത്? അവിടുന്ന് ഇങ്ങോട്ട് അടർത്തിയെടുക്കുക. രാഷ്ട്രീയത്തില് എന്തിനും ഏതിനും ഏത് സമയത്തും മാറ്റങ്ങൾ ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അതിൽ താങ്കൾ കാണുന്നത് എങ്ങനെ, എന്താണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം ഇൻടാക്റ്റ് ആണ്, ഒരിക്കലും അതിൽ നിന്ന് ആരും അടർന്നു പോവുകയില്ല എന്നുള്ള ആത്മവിശ്വാസം നേതാക്കൾ പറയുന്നുണ്ട്. ആ പറയുന്ന നേതാക്കൾക്ക് പോലും അതുണ്ടോ എന്ന കാര്യം സംശയമാണ്. മറിച്ച് ഇവിടെ നിന്ന് അങ്ങോട്ടായിരിക്കും, അതായത് NDAയിൽ നിന്ന് ഇന്ത്യ സഖ്യത്തിലേക്കാണ് പോക്ക് എന്ന് പറയുന്നു. അതിനൊരു കാരണം പറയുന്നു, ഇപ്പോൾ ബംഗാളിൽ ഏതോ ഒരു 3 MP-മാർ അല്ലെ, ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട 3 MP-മാർ അവർ വരാൻ തയ്യാറായിട്ടുണ്ട് എന്ന് പറയുന്നു. അതുപോലെ തന്നെ അജിത് പവാർ പോകാൻ തയ്യാറാണ് എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നു. ഇത് കോൺഗ്രസിന്റെ തന്നെ ഒരു നമുക്ക് നമ്മൾ മത്സരിച്ചിട്ടുള്ള ഒരാള് ഇപ്പോൾ കോൺഗ്രസിലേക്ക് തിരിച്ചു വരുന്നു എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാവരും ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ 99 എന്നുള്ളത് 100 മാറുകയാണ്. ശരി, ശ്രീ ധനുരാജ്, പക്ഷെ താങ്കൾ വ്യത്യസ്തമായ ഒരു വീക്ഷണത്തിലാണല്ലോ അത്. അല്ല, ഞാനതിന് എൻ്റെ ഒരു വ്യത്യസ്തമായ വീക്ഷണം എന്താണെന്ന് വെച്ചാൽ, ഈ കോയിലേഷൻ പൊളിറ്റിക്സ് ഇന്ത്യയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ സംഭാവന ചെയ്യുന്ന ഒരു മുഹൂർത്തത്തിലാണ് നമ്മളിപ്പോൾ. എന്നുവെച്ചാൽ കോയിലേഷൻ പൊളിറ്റിക്സ് വരുന്നത് വരെ ഒരു സിംഗിൾ പാർട്ടിയെയും ഒരു സിംഗിൾ നേതാവിനെയും പൊതുശത്രുവായി കണ്ട് എല്ലാവരും കൂടെ ഒന്നിച്ചു ചേരുന്നു, ഫൈറ്റ് ചെയ്യുന്നു, ഇലക്ഷൻ ജയിക്കുന്നു. അപ്പോഴാണ് ഒരു കോയിലേഷൻ പൊളിറ്റിക്സ്. ഇപ്പോൾ ഇവിടെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു 200 സീറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ചിത്രം മാറിയനെ, അല്ലെങ്കിൽ BJPക്ക് 200-ൽ താഴേക്ക് അവരുടെ നമ്പേഴ്സ് ഫൈനലി ഫിനിഷ് ചെയ്തിരുന്നെങ്കിൽ ചിത്രം മാറിയനെ. പക്ഷേ കോയിലേഷൻ പൊളിറ്റിക്സ് എമർജ് ചെയ്യുമ്പോൾ എല്ലാവർക്കും 360 ആംഗിളിൽ നമ്മൾ ചിന്തിക്കുക, എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മളെല്ലാവരും, രാഷ്ട്രീയ കക്ഷികളെല്ലാവരും പവർ ഹംഗ്രിയാണ്. ഇതിൽ BJP ആയിട്ട് ചേർന്ന് പ്രവർത്തിക്കാത്ത കക്ഷികൾ ഏതൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ ഒന്ന് RJD ആണുള്ളത്. എനിക്ക് തോന്നുന്നു അവരുടെ പാസ്റ്റ് ഒരിക്കൽ പോലും RJD അവരുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചിട്ടില്ല. ബാക്കി ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ മാറ്റി നിർത്തിക്കഴിഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ആകെ 4+2 3 7 സീറ്റേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാക്കി എല്ലാവരും തന്നെ കോൺഗ്രസിനെ മാറ്റി നിർത്തുക. ബാക്കി എല്ലാവരും പല സമയങ്ങളിൽ ഇവരുമായിട്ട് ഭരണം പങ്കിടുകയോ സംസ്ഥാന തലങ്ങളിൽ ഭരണം പങ്കിടുകയൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മൾ അതിനെ റൂൾ ഔട്ട് ചെയ്യാൻ പാടില്ല. പക്ഷേ ഇങ്ങനൊരു അവസ്ഥ വരുമ്പോൾ കോയിലേഷൻ പൊളിറ്റിക്സ് ഓപ്പർച്യൂണിറ്റി എന്തെന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ BJPയുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു സ്റ്റേബിൾ തുടക്കം കൊടുക്കുക, ആദ്യത്തെ 1 വർഷം 2 വർഷം പീസ്ഫുൾ ആയിട്ട് പോവുക. അതിനുശേഷം അവർ നല്ലൊരു ഭരണം കാഴ്ചവെക്കുകയാണെങ്കിൽ, വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഭരണം കാഴ്ചവെക്കുകയാണെങ്കിൽ, അവിടെ എന്തെങ്കിലും അസ്വാരസ്യങ്ങൾ ഉണ്ടാവുകയും ഇപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടികൾ ഏതെങ്കിലും വിട്ടുപോവുകയും ചെയ്യുമ്പോൾ 2 വർഷം കൊണ്ട് അവർ ഉണ്ടാക്കുന്ന ഒരു പേരിനെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് ഓപ്പോസിഷനിൽ നിന്ന് പോലും ആൾക്കാരെ അടർത്തിയെടുക്കാൻ അവർക്ക് പറ്റും. രണ്ടാമത്തെ കാര്യം, കോൺഗ്രസ് 99 100 സീറ്റ് വിജയിച്ചാൽ പോലും എനിക്കതിൽ വിജയത്തെ കുറച്ച് കാണിക്കുകയല്ല. കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യാത്തിടത്തോളം കാലം ഈ വിജയം ഒരു തവണത്തെ മാത്രം വിജയമായിട്ട് ചിലപ്പോൾ മാറരുത്. അങ്ങനെ അതൊരു വാർണിംഗ് സിഗ്നലാണ്. അതായത് കോൺഗ്രസ് ഇപ്പോൾ ജയിച്ചിട്ടുള്ള സംസ്ഥാനങ്ങളൊക്കെ നോക്കുക, പലരും അവരുടെ സംഘടനാ ശേഷി കൊണ്ട് ജയിച്ചതല്ല, അവരുടെ മറ്റ് സഖ്യകക്ഷികളുടെ വോട്ട് മേടിച്ചുകൊണ്ട് ജയിച്ചതാണ്. അപ്പോൾ കോയിലേഷൻ പൊളിറ്റിക്സ് വരുമ്പോൾ ഈ വീക്ക്നെസ് ഓഫ് ലീഡിംഗ് പാർട്ടി ഒരു ഘടകമായി മാറും കുറച്ച് കഴിയുമ്പോൾ. ഇപ്പോൾ വളരെ ശക്തമാണ്, അവരെല്ലാം യുണൈറ്റഡ് ആണ്, ഞാൻ അതിലൊന്നും സംശയം പ്രകടിപ്പിക്കുന്നില്ല. പക്ഷേ BJPയുടെ സ്ട്രാറ്റജി ഒരു കോയിലേഷൻ ഗവൺമെന്റിൽ ആദ്യം വരുന്നത് ആദ്യത്തെ 2 വർഷം സ്റ്റേബിൾ ആയിട്ട് ഭരിക്കുക, ആരെയും പിണക്കാതെ പോവുക. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പലർക്കും ഇവരുടെ അടുത്തുകൂടാനുള്ള ഒരു സാഹചര്യം അവരുണ്ടാക്കുക. പിന്നെ BJPയുടെ ശക്തി ഇന്ത്യയിൽ കുറഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 0.7 or 0.8% ആണ് അവരുടെ വോട്ട് ഷെയർ കുറഞ്ഞിരിക്കുന്നത്. 0.8% ആണ് ഈ 30, 40, 35 സീറ്റുകളെ കുറച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ 40 സീറ്റ് കുറച്ചിരിക്കുന്നത്. അതിനിടയ്ക്ക് തന്നെ അവർ പുതിയൊരു സംസ്ഥാനമായി ഒഡീഷയിൽ ഒരു ഭരണം പിടിച്ചു.
ആന്ധ്രയിൽ അവർ TDPയും ജനസേനയായിട്ട് ചേർന്ന് ഭരണം പിടിച്ചു. അവിടെയും നമ്മൾ കാണുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായിരിക്കുന്ന വീഡിയോ ഏതാണ്? 2019 മോഡിയെ ചീത്ത പറയുന്ന, തള്ളിപ്പറയുന്ന നായിഡുവിന്റെ വീഡിയോ ആണ്. അതേ നായിഡുവിനെ ഉൾക്കൊള്ളുവാൻ ഈ നേതൃത്വം കാണിച്ച പഴയ സമയത്തെ കോalition പൊളിറ്റിക്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഈ നായിഡു അതുപോലെ തന്നെ നിതീഷ് കുമാർ ഇവർക്ക് ഏത് സമയവും മറുകണ്ഠം ചാടാൻ തയ്യാറെടുത്ത് നിൽക്കുന്നവർ എന്ന രീതിയിലാണല്ലോ. അവരുടെ കഴിഞ്ഞ ഏതാനും വർഷത്തെ ചരിത്രം നോക്കിയാൽ തന്നെ അങ്ങനെ വരികയാണ്. അപ്പോൾ ഒരു ചെറിയ ഉരസൽ പോലും അവർക്ക് മറുകണ്ഠം ചാടാനുള്ള അവസരമായി മാറുന്നു എന്ന് ആ രീതിയിലുള്ള വിലയിരുത്തൽ കൊണ്ടാണ് ഇങ്ങനെ എപ്പോൾ വേണമെങ്കിലും ഇന്ത്യ മുന്നണിക്ക് തിരിച്ച് ഭരണം പിടിക്കാൻ എന്ന രീതിയിലുള്ള കാര്യങ്ങൾ, ആ രീതിയിൽ ചർച്ചകൾ പോകുന്നത് അല്ലേ? പക്ഷെ അത് ഇല്ല എന്ന് പറയുവാനും പറ്റില്ലല്ലോ. അല്ല 1999 ഇല്ല എന്ന് പറയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആദ്യത്തെ തുടക്കം എന്നത് ഒരു സ്റ്റെബിലിറ്റി കൊടുക്കാനായിരിക്കും നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവരുടെ പല ആവശ്യങ്ങൾ അക്കോമഡേറ്റ് എന്നും പറഞ്ഞ് എനിക്ക് തോന്നുന്നില്ല ക്യാബിനറ്റ് കമ്മ്യൂണിറ്റി ഓഫ് സെക്യൂരിറ്റി അഫയേഴ്സിലൊക്കെ 4 മിനിസ്ട്രിയാണ് ഉള്ളത്. ഡിഫൻസ്, ഫിനാൻസ്, ഫോറിൻ അഫയേഴ്സ്, പിന്നെ എനിക്ക് തോന്നുന്നത് ഹോം. ഈ 4 മിനിസ്ട്രിയും അവര് തന്നെ കൈവെക്കാനാണ് അവര് തന്നെ BJP കണ്ടിന്യൂ അതിൽ സംശയമില്ല. അറിയാൻ കഴിഞ്ഞിടത്തോളം JDU ഒന്നും അത്ര ആ ഒരു പോർട്ട്ഫോളിയോയിലേക്ക് ആവശ്യം ഉന്നയിച്ചിട്ടുമില്ല. അവർക്ക് ഈ റെയിൽവേ പോലെയുള്ള വകുപ്പുകളിലാണ് താല്പര്യം കൂടുതൽ. അതിനപ്പുറത്തേക്ക് അവരുടെ ആവശ്യം എന്താണ്? അവർക്ക് രണ്ട് ആവശ്യമുള്ളത്. ഒന്ന്, ആന്ധ്രയ്ക്ക് സ്പെഷ്യൽ സ്റ്റാറ്റസ് കൊടുക്കുക, ബീഹാറിന് സ്പെഷ്യൽ സ്റ്റാറ്റസ് കൊടുക്കുക. രണ്ടിനും ഹിസ്റ്റോറിക്കലായിട്ട് റീസൺ ഉണ്ട്. 2000 വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് ബീഹാറിനെ മുറിച്ച് ജാർഖണ്ഡും ബീഹാറുമാക്കി മാറ്റി. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ആർഗ്യുമെന്റ്, അന്ന് തൊട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആണ്, ജാർഖണ്ഡ് ആയിരുന്നു മൈനും കോളും എല്ലാം, മൈനിങ്ങും കോളും ഒക്കെ ഉള്ളത് കൊണ്ട് അവരുടെ ഏറ്റവും വലിയ പൊതു സ്വത്ത് ജാർഖണ്ഡിന് കൈമാറി. അപ്പോൾ ബീഹാർ ഒരു പൂർ സ്റ്റേറ്റ് ആയി മാറി. അത് പിന്നീട് വന്ന പല ഗവൺമെന്റ് അഡ്രസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാ കാലഘട്ടത്തിലും UPA സമയത്തും NDA സമയത്തും എല്ലാം ബീഹാറിന് സ്പെഷ്യൽ സ്റ്റേറ്റസ് വേണമെന്നുള്ളത് അവിടുത്തെ ഭരണകൂടം ആവശ്യപ്പെട്ട് വന്നിട്ടുണ്ട്. ആന്ധ്രയിൽ എന്താണ്? ആന്ധ്രയിൽ തെലങ്കാന മുറിച്ചു. അപ്പോൾ അന്നൊരു പ്രോമിസ് ഉണ്ടായിരുന്നു, അത് ഓണർ ചെയ്തില്ല എന്നുള്ള രീതി. അതുകൊണ്ടാണ് 2019 നായിഡു മന്ത്രിമാരെ പിൻവലിച്ചു, 2 മന്ത്രിമാരെ പിൻവലിച്ചുകൊണ്ട് അദ്ദേഹം NDA നിന്ന് വാക്കൗട്ട് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ 2 സംസ്ഥാനങ്ങൾക്ക് എന്തെങ്കിലും ഒരു പാക്കേജ് ഒക്കെ കൊടുക്കാൻ, സ്പെഷ്യൽ സ്റ്റേറ്റസ് കൊടുക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഒരു പബ്ലിക് ഫിനാൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അതിനെ പലരും എതിർക്കുന്നുണ്ട്. എന്നാൽ എന്തെങ്കിലും പാക്കേജ് കൊടുക്കാം. പിന്നെ പെറ്റ് പ്രോജക്റ്റായ ചന്ദ്രബാബു നായിഡുവിന്റെ പെറ്റ് പ്രോജക്റ്റായ അമരാവതിക്ക് തലസ്ഥാനം ബിൽഡ് ചെയ്യാനുള്ള രീതിയിലുള്ള വലിയൊരു പാക്കേജ് ചിലപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്തേക്കാം. ചിലപ്പോൾ IT, കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ ചന്ദ്രബാബു നായിഡുവിന്റെ വളരെ അടുത്ത പോർട്ട്ഫോളിയോസ് ഒക്കെ കൈമാറ്റം ചെയ്തേക്കാം. അല്ലെങ്കിൽ സിവിൽ ഏവിയേഷൻ കൊടുത്തേക്കാം. ഇവിടെ ബീഹാറിലാണെങ്കിൽ റൂറൽ പാക്കേജുകളും അഗ്രികൾച്ചർ പാക്കേജൊക്കെ കൊടുത്തേക്കാം. ചിലപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ പദവി TDPക്ക് കൊടുത്തേക്കാം. അതിനപ്പുറത്തേക്ക് സ്പീക്കർ പദവിയും ആവശ്യമായിട്ട് വരുന്നു. സ്പീക്കർ പദവിയും ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ അതിലേക്ക് വരുവാനുള്ള സാധ്യത കാണുന്നില്ല അല്ലെ? അല്ല, നമ്മൾക്ക് ഇതെല്ലാം ബാർഗെയിനിങ്ങിൽ നമ്മൾ മുകളിൽ നിന്നല്ലേ തുടങ്ങും. എല്ലാവരും ഹോം, ഇപ്പൊ ചില പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഹോം മിനിസ്റ്റർ തന്നെ മാറ്റണം, അല്ല ഹോം മിനിസ്റ്റർ മാറ്റുക എന്നല്ല, ഹോം മിനിസ്ട്രി ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് അത് ആലോചിക്കാൻ പറ്റും? 16 MP-മാരുള്ള ഒരു പാർട്ടിക്ക് 241 MP-മാരുടെ അടുത്ത് ഉള്ള ഒരു പാർട്ടിയിൽ നിന്ന് ഹോം മിനിസ്ട്രി വാങ്ങിച്ചെടുക്കാൻ പറ്റും? അതൊരിക്കലും സാധിക്കത്തില്ല. അത് ഈ ചർച്ചകളുടെ ഒരു തുടക്കം എന്ന നിലയിൽ ആൾക്കാർ പറയുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നത് 2 സംസ്ഥാനങ്ങൾ, ഇപ്പൊ ബീഹാറിൽ ഇലക്ഷൻ വരുന്നുണ്ട്, അതും കൂടി നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. ബീഹാറിൽ അടുത്തൊരു ഇലക്ഷൻ വരാൻ പോകുന്നത് ബീഹാറിലാണ്. അപ്പൊ അവിടെ ബീഹാറിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിനു മുമ്പ് ഇലക്ഷന് മുമ്പ് 24 ഇലക്ഷന് മുമ്പ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതും നിതീഷ് കുമാറിനെ അവിടെ നിന്ന് മൊത്തമായി മാറ്റം അദ്ദേഹത്തിന് പൊളിറ്റിക്സിൽ നിന്ന് തന്നെ, അതായത് ഈ രംഗത്ത് നിന്ന് മാറ്റുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് BJPയുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അദ്ദേഹത്തെ കണ്ടിന്യൂ ചെയ്യുന്നുള്ള സ്ട്രാറ്റജിയിലേക്ക് BJP തൽക്കാലത്തെങ്കിലും മാറും. കാരണം നിതീഷ് കുമാറിനെ തന്നെ ഉയർത്തി കാണിച്ചുകൊണ്ട് ബീഹാർ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇവർ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നിതീഷിനും അത് തന്നെയായിരിക്കും അഭികാമ്യമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവിടെ RJD നല്ല രീതിയിൽ മുന്നോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഇലക്ഷനിൽ 5 സീറ്റ് കിട്ടിയിട്ടുള്ളെങ്കിലും അവിടുത്തെ വോട്ട് ഷെയർ ഏറ്റവും കൂടുതൽ RJDക്കാണ്. അപ്പോൾ സംസ്ഥാന തലത്തിൽ അവർക്ക് നല്ല രീതിയിലുള്ളൊരു വലിയൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ RJDക്ക് പറ്റും. അതുകൊണ്ട് തന്നെ നിതീഷ് കുമാറിന്റെ ഒരു മുഖ്യമന്ത്രിയാവാനുള്ള അടുത്ത 2025 ഇലക്ഷൻ കഴിഞ്ഞുള്ള മുഖ്യമന്ത്രി ആകാനുള്ള ആഗ്രഹത്തെ സപ്പോർട്ട് ചെയ്യാൻ BJPക്കാണ് പറ്റുക.
അത് അദ്ദേഹത്തിന് മനസ്സിലാവുന്നതുകൊണ്ട് അദ്ദേഹം മിക്കവാറും BJP-യോടൊപ്പം തന്നെ കൂടും. ഇവിടെ ആന്ധ്രയുടെ കാര്യം എടുത്താൽ ചന്ദ്രബാബു നായിഡുവിന് സെൻട്രൽ പാക്കേജ് കിട്ടുക എന്നുള്ളത് അതൊരു സ്റ്റേബിൾ ഗവൺമെന്റിൽ നിന്ന് വാങ്ങിച്ചെടുക്കാനായിരിക്കും അദ്ദേഹം ശ്രമിക്കുന്നത്. അദ്ദേഹം 10-30 വർഷമായിട്ട് ഡൽഹി പൊളിറ്റിക്സ് 1996 തൊട്ട് ഡൽഹി പൊളിറ്റിക്സ് കാണുന്ന ഒരാളല്ലേ. അദ്ദേഹം എനിക്ക് തോന്നുന്നില്ല ഒരു എക്സ്ട്രീം സ്റ്റെപ്പ് എടുത്ത് ഇപ്പോ ഈ ഒരു നിമിഷത്തിൽ അദ്ദേഹം മാറുന്നു തോന്നുന്നില്ല. ഇവിടെ മുന്നണിയിൽ നിന്ന് മുന്നണിയിലേക്കുള്ള ഒഴുക്ക് എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയിലേക്ക് NDAയിൽ നിന്നുള്ള വരവായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. അതിൽ ചില MP-മാർ പോലും അതിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിൽ മറ്റു ചില ഫോർമാലിറ്റികൾ കൂടി വേണം. അവർക്ക് ചിലപ്പോൾ രാജിവെക്കേണ്ടി വരും, വീണ്ടും ജനവിധി തേടേണ്ടി വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിന് പോലും സന്നദ്ധരായി വരുന്നുണ്ട് എന്നാണ് ശ്രീ GV ഹരി പറയുന്നത്. അങ്ങനെയുള്ള റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. പിന്നെ ഒരു വിമതൻ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചു. അങ്ങനെ അവിടെ 100 തേക്കാൻ അതൊരു അഭിമാനമാണല്ലോ. 100 തേക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന്. അപ്പോൾ ഏതൊരു സാധ്യതയും ഉപയോഗപ്പെടുത്തുവാനുള്ള ശ്രമം അവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ മുൻ പദ്ധതികൾ പോലും ഇപ്പോൾ മോദി സർക്കാരിൻ്റെ 2ാം മോദി സർക്കാരിൻ്റെ ചില പദ്ധതികൾ പോലും അത് മാറ്റേണ്ടി വരും, അതിന് ചർച്ചകൾ വേണമെന്ന് ഘടകകക്ഷികൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് KC ത്യാഗി തന്നെ പറഞ്ഞ കാര്യമാണ്. അഗ്നിവീർ പദ്ധതി അഗ്നിവീർ പദ്ധതി അല്ലേ, അത് എതിർപ്പുണ്ടാക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് അതിന്മേൽ ചർച്ച വേണമെന്ന് KC ത്യാഗി JDU-വിന്റെ ആളാണല്ലോ, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കത് ഓപ്പൺ ഡിസ്കഷൻ ആക്കാം, കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇതുപോലെ മോദി സർക്കാർ 2ന്റെ ചില നയങ്ങൾ പോലും മാറ്റുവാനുള്ള ഒരു സമ്മർദ്ദം ഘടകകക്ഷികളിൽ നിന്നുണ്ടാകും. അത് ഡോക്ടർ D ധനരാജ് പറഞ്ഞതുപോലെ തുടക്ക സമയങ്ങളിൽ എന്തായാലും ഒരു സമവായ സ്വരത്തിൽ തന്നെ മുന്നോട്ട് പോകുവാനാണ് സാധ്യത. അപ്പോൾ പലതും മാറ്റിവെക്കുക, പലയിടത്തും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരിക, അതൊരു ബാധ്യതയായി മാറുകയും ചെയ്യുമല്ലോ. മഞ്ജുഷേ, മലബാറിലൊരു ചൊല്ലുണ്ട്, ഗ്രഹണി പിടിച്ച കുട്ടി ചക്ക കൂട്ടാൻ കണ്ടതുപോലെ. ഈ ബാല TV പിടിച്ച കുട്ടിക്ക് വിശപ്പ് അതിന് സഹിക്കാൻ പറ്റുന്നില്ല, പക്ഷെ അതിനെ ദഹിപ്പിക്കാനുള്ള കഴിവുണ്ടാവില്ല. ഏതാണ്ട് ഇപ്പൊ കോൺഗ്രസ് ഈ ഒരു അവസ്ഥയിലാണ്. 10 വർഷം അധികാരത്തിന്റെ പുറത്തു നിന്ന് നോക്കൂ, അവർക്ക് കിട്ടിയിരിക്കുന്നത് വെറും 99ആണ്, 100 പോലും തികഞ്ഞിട്ടില്ല. ഈ ചക്കക്കൂട്ടാൻ കുടിക്കുന്ന ഗ്രഹണി പിടിച്ച കുട്ടിക്ക് അത് ദഹിപ്പിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. അപ്പൊ അതിന്റെ ഒരു വ്യാമോഹമാണത്, അതിന്റെ ഒരു അത്യാർത്ഥിയാണത്. ഇപ്പൊ ഏതാണ്ട് കോൺഗ്രസ് എത്തിയിരിക്കുന്ന ആ ഒരു അത്യാർത്ഥിയുടെ അവസ്ഥയാണ്. അവർക്കിപ്പോ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കട്ടെ, കഴിഞ്ഞ 10 കൊല്ലം അധികാരത്തു നിന്നും മാറി നിൽക്കുന്ന കോൺഗ്രസും ഘടകകക്ഷികളും ഇനി എത്ര കാലം, 5 കൊല്ലം കൂടി പിടിച്ചെടുക്കാൻ അവർക്ക് സാധിക്കും എന്നുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടോ? മാത്രമല്ല, ആരാണ് സാറേ നിങ്ങൾ പറയുന്ന മാതിരി 2, 3, 4 അങ്ങോട്ട് പോയി എന്ന് കരുതുക, പോയിട്ട് എന്താ ഉണ്ടാകാൻ പോകുന്നത്? വെറുതെ അല്ലല്ലോ ഇപ്പോ വലിയ യോഗമൊക്കെ യോഗം ചേർന്നിട്ട് തൽക്കാലം ഞങ്ങൾ ഒന്നിനുമില്ല എന്ന് പറയുന്നതിന്റെ പുറമുള്ള മനഃശാസ്ത്രം എന്താ? പിന്നെ എന്റെ സുഹൃത്ത് മനസ്സിലാക്കേണ്ടത് BJPക്ക് കൊയലേഷൻ ഗവൺമെന്റിനെ കുറിച്ചുള്ള അനുഭവമില്ല എന്നാണ് ഇവിടെ എന്റെ ഹരി പറയുന്നത്. ഹരി, വാജ്പേയി 13 ദിവസം ഭരിച്ചിരുന്നു. അക്കാര്യമാണ് കേട്ടോ ഹരി പറഞ്ഞത്. മോദിക്ക് അനുഭവമില്ല എന്നാണ്. മോദിക്ക് ഗുജറാത്തിലും അനുഭവമില്ല, കേന്ദ്രത്തിലും അനുഭവമില്ല എന്നാണ്. ഹരി, ഞാൻ അവിടത്തേക്കാണ് വരുന്നത്. ഹരി അല്ല, ഞാൻ അവിടത്തേക്കാണ് വരുന്നത്. നിങ്ങൾ കാണുന്നത് ഒരു നരേന്ദ്രമോദിയെയും, ഒരു അമിത്ഷായെയും, ഒരു രാജ്നാഥ് സിംഗിനെയും, ഒരു വാജ്പേയിയെയും ഒക്കെ മാത്രമായിരിക്കാം. നിങ്ങൾക്കറിയോ ഇന്ത്യ രാജ്യത്തെ ഭാരതീയ ജനതാ പാർട്ടി ഇന്നെത്തുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നതിന്റെ പുറകിൽ പ്രവർത്തിച്ച ശക്തി, അതിന്റെ പുറകിലുള്ള മാസ്റ്റർ ബ്രെയിനുകൾ, അതിന്റെ പുറകിലുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് വർക്ക്, അതിന്റെ പുറകിലുള്ള പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ് വർക്ക്, അതിന്റെ പുറകിലുള്ള മറ്റ് സംവിധാനങ്ങൾ ഒരുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരു പക്ഷേ ഒരു വാജ്പേയി തുടങ്ങിയപ്പോഴും ഞാൻ ഹരിയുടെ പറയുന്നത്, അന്ന് പ്രതിപക്ഷത്തിന്റെ പ്രതീക്ഷ എന്തായിരുന്നു? ഇതധികം വൈകാതെ തല്ലിപ്പിരിയും. കാരണം ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത, വ്യത്യസ്ത വിചാരധാരയിൽപ്പെട്ട BJPയുടെ ആശയങ്ങൾ ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത ഒരുപാട് പേരെയായിരുന്നു ഭാരതീയ ജനതാ പാർട്ടി അന്നത്തെ വാജ്പേയി ഗവൺമെന്റ് കാലത്തുണ്ടായിരുന്നത്. മഞ്ജുഷേ, ഞാൻ നെഞ്ചു വിരിച്ച് ചോദിക്കും, ഇന്നത്തേതിനേക്കാൾ ദുർബലമായിരുന്ന അന്നത്തെ BJPയുടെ ഏതെങ്കിലും BJP മുൻപോട്ട് വെച്ച ഒരാവശ്യത്തിൽ നിന്ന് അണുകിട BJP പുറകോട്ട് പോയോ? കശ്മീരിൽ PDPയെ ചേർക്കുമ്പോൾ പോലും, ശ്രദ്ധിക്കണം മഞ്ജുഷേ, കശ്മീരിൽ PDPയെ ചേർത്ത് ഭരിക്കുമ്പോൾ പോലും ജമ്മു കാശ്മീരിന്റെ അവകാശവാദങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല. അത്രയൊന്നും ബുദ്ധിമുട്ട് ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ. മാത്രമല്ല, ഞാൻ ചോദിക്കുന്നത്, ഒരു പ്രതീക്ഷയുമില്ലാത്ത രാഹുൽ ഗാന്ധിയുടെ അദ്ദേഹത്തിന്റെ കഴിവുകളെ കുറിച്ചോ ഒന്നും ഞാനിപ്പോൾ പറയുന്നില്ല.
നോക്കൂ, അദ്ദേഹം ഏതാണ്ട് ഇപ്പൊ സമനില തെറ്റിയ മാതിരി സംസാരിച്ചു. ഇതുവരെ EV മെഷീനെ കുറിച്ചായിരുന്നു തുടക്കം. ഇന്ന് അദ്ദേഹം വേറെ എന്തോ ആണ് വെടി പൊട്ടിച്ചിരിക്കുന്നത്. അതൊന്നും ഞാൻ അദ്ദേഹത്തിന്റെ കഴിവുകേട്ടോ ഞാൻ പറയുന്നില്ല. ഒരർത്ഥത്തിൽ ദുർബലമായ പ്രതിപക്ഷത്തിന് നോക്കൂ, ഇന്ത്യ രാജ്യത്തെ കോൺഗ്രസിന്റെയും ഇന്ന് BJPയുടെയും സ്ട്രെങ്ത്തിനെ കുറിച്ച് 1996 140 സീറ്റായിരുന്നു ഹരി കോൺഗ്രസ് ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? 98 141, 99 114 ഉണ്ടായി. അങ്ങനെയൊക്കെ ഞങ്ങൾക്കുണ്ടായി. അവസാനം അത് മാറ്റം വരുത്തി. 2009 206. ഇന്ന് BJPക്ക് സർ 240 ഉണ്ട്. കേവല ഭൂരിപക്ഷത്തിന്റെ കുറവ് 33 33 കൂടി ഉണ്ടെങ്കിൽ അവിടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അത് ഒപ്പിച്ചെടുക്കാം. ഇപ്പൊ ഞാൻ ഹരിയോട് പറയുന്നത് വളരെ കരുതിയിട്ട്, കഴിഞ്ഞ കാലമൊക്കെ നിങ്ങൾക്കറിയാം, എന്താ പറയുക, ആളുകളെ വിമാനത്തിൽ കൊണ്ടുപോയി റിസോർട്ട് ടൂറിസം ഒക്കെ നിർത്തേണ്ടി വന്നിട്ടുണ്ട്. എത്ര കാലം നിങ്ങളുടെ കൂടെ നിങ്ങളിപ്പോ ഒരസരം ഉണ്ടാകുമ്പോൾ അങ്ങോട്ട് ചാടുന്നതിന്റെ കണക്കാണല്ലോ കൂട്ടുന്നത്. ധനരാജ് പറഞ്ഞ മാതിരിയിൽ കൂടെയുള്ള ആളുകൾ, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ മഹാരാഷ്ട്രയിലെ ഘടകകക്ഷികളൊക്കെ നിങ്ങളുടെ കൂടെ കാലാകാലം നിൽക്കുമെന്ന്? അജിത് പവാർ ഇങ്ങോട്ട് വരുമെന്നാണ് പറയുന്നത്. ഹരി പറയുന്നത് NCP ഘടകം, ഇപ്പോൾ NDAയുടെ കൂടെയുള്ള NCPയുടെ ഘടകം അജിത് പവാർ ഇന്ത്യ സഖ്യത്തിനൊപ്പം വരുമെന്നാണ്. അതിന് തയ്യാറെടുപ്പുകൾ തുടങ്ങിയെന്നാണ്. പക്ഷെ അവിടെ ഒരു മാസ്റ്റർ ബ്രെയിൻ കൂടെ പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ, മറ്റാരുമല്ല, കേരളത്തിൽ നിന്നുള്ള ആൾ തന്നെയാണ് രമേശ് ചെന്നിത്തല. അദ്ദേഹമാണല്ലോ മഹാരാഷ്ട്രയിലെ ഈ വിജയത്തിന്റെ മാസ്റ്റർ ബ്രെയിൻ ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്. അതാണ് മറ്റൊരു രസകരമായ കഥ മഞ്ജുഷേ. ഈ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ്സുകാരും നരേന്ദ്രമോദിയെ നെട്ടുകുട്ടിക്കും വെട്ടുപൊട്ടിക്കും എന്നൊക്കെ പറയും. നോക്കൂ, ഡയറക്റ്റ് BJP കോൺഗ്രസുമായിട്ട് മത്സരം നടന്ന എവിടെയെങ്കിലും കോൺഗ്രസ് പിടിച്ചു നിന്നിട്ടുണ്ടോ? രാജസ്ഥാൻ ഡയറക്റ്റ് കോൺടസ്റ്റ് രാജസ്ഥാൻ സീറോ സംഭൂജ്യരായ സ്ഥലങ്ങളാണ്. മധ്യപ്രദേശ്, ഹിമാചൽ, ഡൽഹി, ഉത്തരാഖണ്ഡ് ഒരുപാടുണ്ട്. അല്ലല്ല ഇല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ മാഷി, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു മിനിറ്റ്, ഞാൻ അങ്ങ് പറയുന്ന കാര്യത്തിനൊക്കെ എനിക്ക് കൃത്യമായ നിങ്ങൾ അവസരം വരുമ്പോ നിങ്ങൾ പറഞ്ഞോളൂ, ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. അപ്പൊ അതല്ലേ ഞാൻ പറയുന്നത്, ഈ സ്ഥലങ്ങളിലൊക്കെ എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്? മധ്യപ്രദേശിലും ഹിമാചലിലും ഡൽഹിയിലോ ഉത്തരാഖണ്ഡിലും ജമ്മു കാശ്മീരിലും അരുണാചൽ പ്രദേശിലും ഡയറക്റ്റ് കോൺടസ്റ്റ് ആയിരുന്നില്ലേ? അതിലെ അവിടെ ഇവിടെ 1 or 2 സ്ഥലത്ത് ഇതിൻ്റെതല്ലാത്ത കാര്യങ്ങൾ ഉണ്ടായിട്ടാക്കാം. ഞാനിവിടെ പറയുന്നത്, നിങ്ങളുടെ ഘടകകക്ഷികളെ വരുന്ന 5 കൊല്ലം കൂടെ നിർത്താൻ നിങ്ങൾക്ക് സാധിക്കുമോ? നിങ്ങൾ കാണുന്ന മുഖം മാത്രമല്ല BJPക്ക് ഉള്ളത് സർ. അതിൻ്റെ കൂടെ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് വളരെ കൃത്യമായ ഹോംവർക്കുകളും അടിസ്ഥാനപരമായി പ്രവർത്തിക്കാനുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് ഈ സ്വപ്നത്തിനൊക്കെ ടാക്സ് ഇല്ലാത്തത് കുറച്ച് ദിവസം കൂടി സ്വപ്നം കണ്ടോ, അതിനപ്പുറത്തേക്ക് ഇത് പോവില്ല. ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങേയറ്റം വരെ പോകും. ഇത്ര ഭൂരിപക്ഷമില്ലാത്ത കാലഘട്ടത്തിൽ വാജ്പേയി അത് വളരെ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോ ഇത് കഴിയുമ്പോഴും നമുക്കറിയാമല്ലോ, ഒരു പൊട്ടിത്തെറിയും ഇല്ലാതെയല്ലേ NDAയുടെ യോഗം അവസാനിച്ചത്. പുറത്ത് പത്രക്കാർ പലതും പറയും. ഇരുന്ന സീറ്റിന്റെ കാര്യമൊക്കെയാണ് നമുക്ക് ചർച്ച ചെയ്യുന്നത്. എന്തായിരുന്നു പ്രമേയത്തിൽ പറഞ്ഞിരിക്കുന്നത്? വികസിത ഭാരതം എന്ന വ്യക്തമായ കാഴ്ചപ്പാട് ലോകത്തിന് കാഴ്ചവെച്ചത് മോഡിയുടെ നേതൃത്വമാണ്. ലോകത്തിന് മുമ്പിൽ ഈ അഭിമാനകരമായ മുഹൂർത്തമുണ്ടാക്കിയ അദ്ദേഹത്തെ തന്നെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. ഒരുപക്ഷെ ആലങ്കാരികമാവാം. ഇതിനപ്പുറത്തേക്ക് പോയാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു നേതൃത്വം കൊടുക്കാനുള്ള കെൽപ്പുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടോ? പ്രതിപക്ഷമാവാൻ തന്നെ നിർബന്ധിക്കണോ എന്നൊക്കെയുള്ള നേതാവാകുമോ എന്നുള്ള ആശങ്കകളാണ്. അതൊക്കെ ശരിയാവാൻ തെറ്റാവാം. ഏതായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹരി യാതൊരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല. ശരി ശരി ശ്രീ ജയേന്ദ്രൻ, താങ്കളുടെ ആത്മവിശ്വാസം. ശരി ശ്രീ GV ഹരി, മാഷ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇതിൽ ഈ ഇലക്ഷൻ ടാക്ടിക്സും അതുപോലെ തന്നെ സർക്കാരുകളെ നിലനിർത്തുവാനുള്ള തന്ത്രങ്ങളും ഇത് BJP ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ചില കാര്യങ്ങളോട് അദ്ദേഹത്തെ യോജിച്ചുകൊണ്ട് തന്നെ ഞാൻ ചില കാര്യങ്ങളിൽ എൻ്റെ അഭിപ്രായ വ്യത്യാസം കൂടി ഞാൻ പറയാം. എൻ്റെ കണക്കുകളുണ്ട്, അതിന് പിന്നിലെ കാരണങ്ങളുണ്ട്. ഒന്ന്, അങ്ങ് ആദ്യം പറഞ്ഞത് രാഹുൽ ഗാന്ധിയെ കുറിച്ചാണ്. രാഹുൽ ഗാന്ധി ഇപ്പോൾ എന്തൊക്കെയോ പറയുന്നു, രാഹുൽ ഗാന്ധി പറയുന്നതൊന്നും ശരിയാവുന്നില്ല. നോക്കൂ, അങ്ങ് ആദ്യം മനസ്സിലാക്കേണ്ടത് മാഷേ, ഈ സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും വിജയിച്ചിട്ടുള്ള ഒരേ ഒരു നേതാവ് അത് ഈ രാജ്യത്ത് തന്നെ അത് രാഹുൽ ഗാന്ധി മാത്രമാണ്. അങ്ങ് മനസ്സിലാക്കുക. നിങ്ങൾ അതൊന്നും അംഗീകരിക്കില്ല എന്ന് എനിക്കറിയാം. നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും മത്സരിച്ച് ജയിച്ച ഒരേ ഒരു നേതാവ്, വേറെ ആളുടെ പേരുണ്ടെങ്കിൽ പറഞ്ഞാണ്, എനിക്ക് തിരുത്താൻ വേണ്ടിയിട്ടാണ്. ഈ രണ്ട് സ്ഥലത്തും നോക്കൂ, നിങ്ങൾ മനസ്സിലാക്കുക, ഞങ്ങൾ വേറെ എടുത്തെങ്കിൽ UP എടുക്കട്ടെ.
UP-യിൽ എന്താ അവസ്ഥ നിങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ മാഷ് പറഞ്ഞ ഒരു കാര്യത്തോട് സമ്മതിക്കുന്നു. BJP-യുടെ നരേന്ദ്രമോദി മാത്രമല്ല വേറൊരു സംവിധാനത്തിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ ഇതുവരെ പ്രവർത്തിച്ചത്. അത് അങ്ങനത്തെ പേര് പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയാം, അത് RSS-മായി ബന്ധപ്പെട്ടാണ് അങ്ങ് പറഞ്ഞതെങ്കിൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഉത്തർപ്രദേശിൽ ഈ ഒരു അവസ്ഥ ഉണ്ടായതെന്ന് ചോദിച്ചാൽ RSS ഇല്ലെങ്കിലും ഞങ്ങൾ വിജയിക്കുമെന്നൊക്കെയുള്ള നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞതിൻ്റെ പ്രതിഫലനമായിട്ടാണ് ഞങ്ങളൊക്കെ ഇത് വിലയിരുത്തുന്നത്. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആ ഒരു കാര്യം കൂടി ഉണ്ട്. അങ്ങ് നിഷേധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് ഇന്ന് അവിടെ ഉണ്ടായ ഒരു വലിയ പാളിച്ച്. ഇത്രയേറെ സീറ്റ് കുറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും അത് തന്നെയാണ്. അതവിടെ നിൽക്കട്ടെ, അതൊക്കെ നിങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളാണ്. ഇതിനകത്തൊരു പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, നരേന്ദ്രമോദി മൂന്നാമത് പ്രധാനമന്ത്രിയാകുമെന്നും ഇത്തവണ അദ്ദേഹം മുന്നോട്ട് വെച്ച മുദ്രാവാക്യം എന്താണ്? ഇസ് ബാർ എന്താണ്? 400 ബാർ എന്ന് പറയുന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചല്ലേ? ഞങ്ങളാരുമല്ല മുന്നോട്ട് വെച്ചത്. അദ്ദേഹം പോയ വേദികളിലൊക്കെ തന്നെ അദ്ദേഹം അവിടെ കൂടിയിരുന്ന ആളുകളെ കൊണ്ട് അദ്ദേഹം 400 എന്ന് വിളിപ്പിച്ചു. അവസാനം എന്തായി? 240 കേവല ഭൂരിപക്ഷം തികയ്ക്കാൻ നിങ്ങൾ കഴിഞ്ഞിട്ടില്ല. മൂന്നാമത് സർക്കാർ രൂപീകരിക്കാൻ നിങ്ങൾക്ക് 12 നിങ്ങളെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്കെതിരായി നിന്നുകൊണ്ടുള്ള ശ്രീ ചന്ദ്രബാബു, നേരത്തെ ഇവിടെ മഞ്ജൂഷ് പറഞ്ഞതുപോലെ ചന്ദ്രബാബു നായിഡുവിനെയും അതോടൊപ്പം നിതീഷ് കുമാറിനെ നിങ്ങൾക്ക് ആശ്രയിക്കേണ്ടി വന്നൊരു അവസ്ഥയാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ പരിതാപകരമായിട്ട് ഉള്ളത്. അത് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇനി നിങ്ങളുടെ സ്മൃതി ഇറാനി, നിങ്ങൾ പറഞ്ഞല്ലോ ഡയറക്റ്റ് കോൺടാക്ട്സ്, ഞാൻ പറഞ്ഞല്ലോ ഡയറക്റ്റ് ഞാൻ കണ്ടസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലം പറയാം. എവിടെയാണ്? അമേഠിയിൽ 1.5 ലക്ഷം വോട്ടിൻ്റെ എതിരാണ് കിഷോരി ജയിച്ചിട്ടുള്ളത്. അവിടെ നിങ്ങൾ മനസ്സിലാക്കണം, മധുര പ്രതികാരമാണ് ഇതൊക്കെ. ഇപ്പൊ രാഷ്ട്രീയമാണ്, സ്വാഭാവികമായും ജയവും ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും കഴിഞ്ഞ 10 വർഷക്കാലം നിങ്ങൾക്കുണ്ടായിരുന്ന അപ്രമാദിത്യം, ആ അപ്രമാദത്തിൽ മാത്രമല്ല എല്ലാ ഏജൻസികളെയും പണവും അടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചു. എന്നിട്ട് ഞങ്ങളെ മാക്സിമം വരിഞ്ഞു മുറുക്കി. അവിടെ നിന്നുകൊണ്ടാണ് ഈ 99 ഇപ്പം 100ലേക്ക് നമ്മൾ എത്തുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ 2 സ്ഥലത്തും ശ്രീ രാഹുൽ ഗാന്ധി വിജയിച്ചപ്പോൾ ഒരിടത്ത് 3,65,000 ഭൂരിപക്ഷം, മറ്റൊരിടത്ത് 3,90,000 ഭൂരിപക്ഷം നേടുമ്പോൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു ഘട്ടത്തിൽ ട്രെയിലിംഗ് എന്ന് എഴുതി കാണിച്ചു. ഇവിടെ അജയ് റായ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിന്റെ PCC പ്രസിഡന്റിന്റെ മുമ്പിൽ അദ്ദേഹം 5,000-6,000 വോട്ടിന് പുറകിൽ എന്ന് എഴുതി കാണിച്ചത് നമുക്ക് ഇന്ത്യ ചരിത്രത്തിൽ ഒരു പക്ഷേ ഒരു പ്രധാനമന്ത്രി ഇത്ര ശക്തനായി ഉള്ള പ്രധാനമന്ത്രി എന്ന് മാധ്യമങ്ങളടക്കം പറയുമ്പോൾ ആ പ്രധാനമന്ത്രി വിജയിച്ചത് 1,57,000 വോട്ടിനാണ്. നിങ്ങൾ ആലോചിക്കണം. അപ്പം ഞങ്ങൾ ഇതിനകത്ത് ഒരു അമിതാത്മവിശ്വാസമൊന്നുമില്ല. ഇനി മഞ്ജുഷേ, എന്തുകൊണ്ടാണ് ഞങ്ങളിൽ നിന്ന് ആളുകൾ പോകില്ല എന്ന് പറയുന്നതിനെ കുറിച്ചുകൂടി ഞാൻ പറയാം. നിങ്ങൾ നോക്ക്, 240 സീറ്റ് ഭാരതീയ ജനതാ പാർട്ടി, കോൺഗ്രസ് 99 ഇപ്പം 100ലേക്ക് വരും, സമാജ്വാദി പാർട്ടി 37 ഞങ്ങളോടൊപ്പമാണ്. സമാജ്വാദി പാർട്ടി ഈ BJP-യിലേക്ക് പോകുമെന്ന് ജയേന്ദ്രമാഷ പോലും പറയില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അടുത്തതാരാണ്? ആൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ്. മോദിക്കെതിരെയും അമിത്ഷാക്കെതിരെയും തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചു നിൽക്കുന്ന മമതാ ബാനർജിയുടെ പാർട്ടി ഇനി നിങ്ങൾ ഈ BJP-യിലേക്ക് പോകുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? മറ്റൊന്ന് ഞങ്ങളോടൊപ്പം നിൽക്കുന്നത് DMK ആണ്. സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ ഇവരെ തൂത്ത് കളഞ്ഞു, അവിടെ നിന്ന് ഈ തമിഴ്നാട്ടിൽ തൂത്ത് കളഞ്ഞു. അപ്പം ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന, ഇനി താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ ജനതാദൾ ഇന്നേ വരെ BJP-യുമായി ചേരാത്ത ആളുകളാണ്. നമ്മൾ മനസ്സിലാക്കുക ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഉദ്ധവ് താക്കറെയുടെ കാര്യം അങ്ങനെയല്ല. അല്ല, ഉദ്ധവ് താക്കറെ ഞാൻ സംബന്ധിച്ചു, അത് ഞാൻ പറഞ്ഞില്ല, ഞാനത് പറഞ്ഞില്ലല്ലോ, ഞാനതുകൊണ്ടാണ് പറയാത്തത്. ഇനി ഇവരുടെ കൂടെ നിൽക്കുന്ന ആളുകൾ ആരൊക്കെയാണ്? നിതീഷ് കുമാർ, ഞങ്ങളുടെ കൂടെ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വരെ ഉണ്ടായിരുന്ന ആളാണ് നിതീഷ് കുമാർ. അദ്ദേഹം ഏത് നിമിഷം വേണമെങ്കിലും മാഷേ ഇങ്ങോട്ടേക്കോ എങ്ങോട്ടേക്കോ ഇവിടെ വരാം, അങ്ങോട്ട് പോകാം, അങ്ങനെയുള്ള ഒരാളാണ് നിതീഷ് കുമാർ. ചന്ദ്രബാബു നായിഡുവിൻ്റെ കാര്യത്തിനകത്തും അദ്ദേഹത്തിന് ചില പ്രത്യേകമായിട്ടുള്ള അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ സാധിച്ചു കൊടുത്താൽ അദ്ദേഹത്തെയും കൊണ്ടുവരാൻ സാധിക്കും. പക്ഷെ ഞങ്ങൾ അതിന് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്താണോ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് തോന്നുന്നത്, കോൺഗ്രസ് പാർട്ടി തിരിച്ചധികാരത്തിൽ വന്ന് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയും ഈ രാജ്യത്തെയും സംരക്ഷിക്കണമെന്ന് തോന്നുന്നൊരു സാഹചര്യം ഉണ്ടാകും. അത് അതിവിദൂരമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നിങ്ങൾ മുന്നോട്ട് പൊക്കോളൂ. നിങ്ങൾക്ക് പിന്നെ മഞ്ജുഷ പറഞ്ഞതുപോലെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതിനെ നേരത്തെ ഡോക്ടർ ധനരാജ് പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞ ആ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നു. ഈ കോalition ഗവൺമെൻറ് എന്ന് പറയുന്നതിനകത്ത് എപ്പോഴും ഭരിക്കുന്ന ആളുകൾക്ക് തന്നെയാണ് വലിയ സ്വാഭാവികമായിട്ടും അവർക്കാണ് കൂടുതലൊരു അപ്പർ ഹാൻഡ് ഉണ്ടാവുക. പക്ഷെ ഈ BJP സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഹിമാചൽ പ്രദേശ് അവരെന്താ ചെയ്തതെന്ന് അറിയാമല്ലോ. എന്തിനേറെ പറയുന്നു, മഹാരാഷ്ട്ര, ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന മഹാരാഷ്ട്രയിൽ അവരെന്താ ചെയ്തതെന്ന് അറിയാമല്ലോ. അപ്പം അതുകൊണ്ട് അവർക്കിതൊരു പുതിയ കാര്യമൊന്നുമില്ല. കാരണം എന്താണെന്നറിയോ, അതൊരു ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. കർണാടകത്തിൽ ഇവിടെ ഇപ്പോൾ ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനം കാണിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ ശ്രമിക്കണം. കാരണം എന്ന് വെച്ചാൽ ഇത് പ്രീപോൾ അലയൻസ് ആണ്. പ്രീപോൾ അലയൻസിൽ അതിൽ BJP ഇവിടെ ഒരു ക്രമക്കേടും കാണിച്ചിട്ടില്ല. അതിൽ അല്ലേ, അതിൽ ധാർമ്മികമായി ഒന്നുമില്ല. പക്ഷേ അധാർമികമായിട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കേണ്ടി വരും. അത് പ്രവർത്തിക്കില്ലെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഞാൻ അതുകൊണ്ടാണ് പ്രതിപക്ഷത്തിരിക്കാൻ തീരുമാനിച്ചത്. ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു അതുകൊണ്ടാണ് അന്തസ്സായി ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നോളാം എന്ന് ഞങ്ങൾ
പറഞ്ഞത്. അവിടെ ഒരു വ്യത്യാസം കൂടെ ഉണ്ട്. ഇത്തവണ 55 സീറ്റുകൾ മുകളിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ആരാണോ ആ രാഷ്ട്രീയ പാർട്ടി പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്തേക്ക് വരുന്നു. അതായത് അത് കോൺസ്റ്റിറ്റ്യൂഷണലി വരികയാണ്. അത് കഴിഞ്ഞ 10 വർഷക്കാലമായി ഉണ്ടായിരുന്നില്ല. അത് BJPയുടെ കുഴപ്പം കൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ ആ കുറവ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയട്ടെ, ആ 55 സീറ്റിൽ നിന്ന് 99ലേക്ക് 100ലേക്ക് നമ്മൾ എത്തുമ്പോൾ ഇത്തവണ കോൺസ്റ്റിറ്റ്യൂഷനലി തന്നെ ചോദ്യം ചെയ്യാൻ കഴിയുന്ന തരത്തിലൊരു പ്രതിപക്ഷ നേതാവ് കൂടി ഉണ്ടാകുന്നു എന്നതുകൂടി BJPയുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് കാര്യങ്ങൾ അത്ര എളുപ്പമായി മുന്നോട്ട് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് അത്ര സുഖകരമായി മുന്നോട്ട് പോകുമ്പോൾ. ശരി, ഡോക്ടർ ഡി ധനരാജ്, മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ പറഞ്ഞ അഗ്നിവീർ പദ്ധതി, അതിനെക്കുറിച്ച് TP ജയചന്ദ്രൻ അതിലേക്ക് വന്നില്ല, അത് സമയത്തിന്റെ ഒരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ജാതി സെൻസസ് ആണ്. ഓൾറെഡി ഈ ബീഹാറിൽ ജാതി സെൻസസ് നടത്തിയതാണ്. രാജ്യത്ത് തന്നെ ആദ്യമായിട്ട് ജാതി സെൻസസ് നടത്തിയതാണ് നിതീഷ് കുമാർ. അപ്പോൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ ഹരി പറഞ്ഞ ഒരു കാര്യം, കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഇനി ഈ കോയലീഷൻ സർക്കാർ, കൂട്ടുകക്ഷി സർക്കാർ നടപ്പാക്കേണ്ടി വരുമല്ലോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ന്യായവുമാണല്ലോ അത്, അല്ലേ? ഈ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ മുഴുവനായിട്ട് എന്നല്ല പറഞ്ഞത്. അല്ല, നമ്മൾ അഗ്നിവീർ പദ്ധതിയെ പറ്റി ഏറ്റവും കൂടുതൽ ചർച്ച നടന്നൊരു സംസ്ഥാനമാണ് ബീഹാർ. കാരണം ബീഹാറിൽ നിന്ന് ഒരുപാട് ആൾക്കാർ നമ്മുടെ ഫോഴ്സസിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. അവിടെ നമുക്കറിയാലോ, പാറ്റ്നയിലൊക്കെ വലിയ സംഘർഷം ഉണ്ടായി, ലാത്തി ചാർജ് ഉണ്ടായി. എനിക്ക് ഇപ്പോഴത്തെ ഒരു കോൺടെസ്റ്റ് തോന്നുന്നത് JDU അത് ഉയർത്തിപ്പിടിക്കുന്നുണ്ട്, അത് ആവശ്യപ്പെടുന്നുണ്ട്. എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിൽ ഓൾറെഡി ഗവൺമെന്റ് ഒരു സർവേ നടക്കുന്നുണ്ട്. ഇപ്പൊ കേരളത്തിന് സർവേ നടക്കുന്നുണ്ടെന്നായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് അഗ്നിവീർ പദ്ധതികളെ പറ്റിയുള്ള ഇതുവരെ നടന്നതിനെ പറ്റിയുള്ള ഒരു പ്രോഗ്രസ് റിപ്പോർട്ട്, അതെങ്ങനെ ഇംപ്രൂവ് ചെയ്യാം, അതിനെപ്പറ്റിയുള്ള ഫീഡ്ബാക്ക് ഒക്കെ എടുക്കുന്നുണ്ട്. അത് അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ ഒരു സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ശരിയാണെങ്കിൽ അത് തന്നെ ആയിരിക്കും ഗവൺമെന്റ് ഒരുപക്ഷെ JDUവിൻ്റെ അടുത്ത് പറയുന്നത്, സമയം തരൂ, നമുക്കതിൽ റീവിസിറ്റ് ചെയ്യാം, നമ്മൾ സ്റ്റഡീസൊക്കെ നടത്തുന്നുണ്ട്. എനിക്കൊണ്ട് നീതി ആയോഗ് എന്തോ സ്റ്റഡി നടത്തുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ അങ്ങനെ സ്റ്റഡീസ് നടക്കുമ്പോൾ ഇതൊക്കെ ഇത് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഇതെല്ലാം അവർക്ക് ആവശ്യം ഒരു വർഷം 1.5 വർഷത്തേക്ക് ഈ ഗവൺമെന്റിനെ സ്റ്റേബിളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ്. അത് കഴിയുമ്പോൾ ട്വിസ്റ്റ് ചെയ്യാനും, അതായത് ഈ ചിത്രം തന്നെ മാറാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് അടുത്ത 2 വർഷത്തിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ബീഹാർ ഇലക്ഷൻ നടക്കുന്നു, ഡൽഹിയിൽ ഇലക്ഷൻ നടക്കുന്നു, മഹാരാഷ്ട്രയിൽ ഇലക്ഷൻ നടക്കുന്നു. അപ്പൊ ഇവിടെയെല്ലാം അവിടുത്തെ സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഉണ്ടാവുന്ന ഫലം, അതിനെ ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും ഫ്യൂച്ചർ പൊളിറ്റിക്സ് ഓഫ് ഇന്ത്യ നിർണ്ണയിക്കപ്പെടാൻ പോകുന്നത്. അല്ലാതെ അടുത്ത 5 ദിവസത്തേക്കോ 10 ദിവസത്തെ കാര്യം അത് ഗവൺമെന്റ് ഫോം ചെയ്യും, പലരും ബാർഗെയിൻ ചെയ്യും, പലർക്കും പോർട്ട്ഫോളിയോ ഒക്കെ അലോട്ട് ചെയ്യും. ഇപ്പൊ ബാർഗെയിൻ ചെയ്യുന്നതിന്റെ അടുത്തെങ്കിലും എത്തിയില്ലെങ്കിലും പലരും അവര് സമർത്ഥരാണ് ഈ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ. അപ്പൊ അവർക്ക് അർഹമായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നതാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അഗ്നിവീർ പദ്ധതിയാവാം, അല്ലെങ്കിൽ ഇപ്പൊ ഇതിൽ ഏറ്റവും വലിയ കൺവെൻഷ്യസ് ഇഷ്യൂ വരാൻ പോകുന്ന ഒന്ന്, നമുക്ക് സെൻസസ് നടന്നിട്ടില്ല. അപ്പൊ സെൻസസ് നടക്കും. പക്ഷെ സെൻസസ് നടന്നു കഴിയുമ്പോൾ അടുത്തൊരു പ്രശ്നമുണ്ട്. അതായത് സദേൺ ഇന്ത്യൻ സ്റ്റേറ്റ്സിന് പ്രാധാന്യം കുറയും. അതായത് വീണ്ടും നമുക്ക് ഡീലിമിറ്റേഷൻ നടത്തണം. 2026 വരെ ഡീലിമിറ്റേഷൻ ഉള്ളൂ. അപ്പൊ ഡീലിമിറ്റേഷൻ എക്സസൈസ് പാർലമെന്റിന് മുന്നിലേക്ക് വരും. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചിലപ്പോൾ അത് പോസ്റ്റ്പോൺ ചെയ്തേക്കാം, വീണ്ടും 10 വർഷത്തേക്ക് പോസ്റ്റ്. 2001 വാജ്പേയി ഗവൺമെന്റ് എന്തുകൊണ്ടാണ് ഡീലിമിറ്റേഷൻ 2022 മാറ്റിവെച്ചത്? അന്നത്തെ കോയിലേഷൻ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം അത് മാറ്റിവെച്ചത്. BJP ആസ് എ പാർട്ടി, എന്റെ ഒരു റീഡിംഗ് ശരിയാണെങ്കിൽ ഡീലിമിറ്റേഷന് തയ്യാറായിരുന്നു. പക്ഷേ അന്നത്തെ കോയിലേഷൻ പൊളിറ്റിക്സിന്റെ സമ്മർദ്ദ ഫലമായിട്ട് അദ്ദേഹം അത് മാറ്റിവെച്ചു 20 വർഷത്തേക്ക്. ഈ ഗവൺമെന്റ് മാറ്റിവെച്ചു. കാരണം രാഷ്ട്രീയത്തെ സംബന്ധിച്ച് അവരുടെ അന്നത്തെ നിലനിൽപ്പാണ് ഏറ്റവും സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് വിട്ടുവീഴ്ച വേണ്ടി വരും. വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരില്ലേ എന്ന് ചോദിച്ചാൽ വിട്ടുവീഴ്ചയില്ലാതെ ഒരു കൂട്ടുകക്ഷി സർക്കാർ മുന്നോട്ട് പോവുകയില്ല എന്ന് ചോദിക്കുന്ന ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു കാര്യം കൂടി, ഇവിടെ രാഹുൽ ഗാന്ധിയുടെ കാര്യം പരാമർശിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ശ്രീ GV ഹരി പറഞ്ഞിരുന്നു, ഇത്തവണ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാകാൻ പോവുകയാണ് കേന്ദ്രത്തിൽ. അംഗസംഖ്യ ഇപ്പോൾ 100 വരെ എത്തിക്കുവാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുമുണ്ട്. 55 പേര് മതി പ്രതിപക്ഷ നേതാവ് കിട്ടാൻ. അങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവ് വരുന്നു. രാഹുൽ ഗാന്ധി ഈ പദവി ഏറ്റെടുക്കണം എന്നുള്ള സമ്മർദ്ദം കോൺഗ്രസിലുണ്ട്. അദ്ദേഹം ഇതുവരെ അത് തയ്യാറായിട്ടുമില്ല. അതിന് മുന്നോടിയായിട്ട് ഇന്ന് അദ്ദേഹം ഒരു വെടിവെട്ടിക്കുകയുണ്ടായി, ഇല്ലേ? ഒരു വലിയൊരു ആരോപണം അദ്ദേഹം ഉന്നയിക്കുകയാണ്. ഈ ഓഹരി വിപണിയിൽ തന്നെ ഒരു വലിയ കുംഭകോണം നടത്തിയിരിക്കുകയാണ് ഈ മോദി 2 ഇതിന്റെ അവസാന സമയത്ത് എന്ന്. ഓഹരി വിപണിയിൽ ഇൻവെസ്റ്റ് ചെയ്യുവാനുള്ള ആ ഒരു ആവശ്യം അത് അവസാനം വന്നു നിന്നത് ചെറുകിട നിക്ഷേപകർക്ക് നഷ്ടമുണ്ടാക്കുന്ന രീതിയിലായിപ്പോയി. എക്സിറ്റ് പോളുകളെ മറയാക്കി ആ എക്സിറ്റ് പോൾ സമയത്ത് ഓഹരി വിപണി കുതിച്ചുയരുകയും ചെയ്തു. 4-ാം തീയതി ആയപ്പോഴേക്കും തകർന്നു താഴെ പോവുകയും ചെയ്തു. 30 ലക്ഷം കോടിയുടെ നഷ്ടം ഓഹരി വിപണിക്കുണ്ടായി എന്നാണ്. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ
അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ തയ്യാറാണ്, നിങ്ങൾ തയ്യാറുണ്ടോ എന്നുള്ള ആ ചോദ്യമാണല്ലോ ഉന്നയിക്കുന്നത് ഇവിടെ രാഹുൽ ഗാന്ധി. അതായത് ഇന്ത്യ സഖ്യം ഒരു സർക്കാർ രൂപീകരണ സമയത്തിന് മുൻപ് തന്നെ തയ്യാറെടുത്തു കഴിഞ്ഞു ആരോപണങ്ങൾ കണ്ടെത്തുവാൻ, അത് ഉന്നയിക്കുവാൻ. അല്ല, ഇതിൽ അതുകൊണ്ട് തന്നെയാണല്ലോ ഈ സ്പീക്കർ പദവി വളരെ ഒരു കണ്ടസ്റ്റഡ് ആയിട്ട് വരുന്നത്. കാരണം സ്പീക്കറാണ് പാർലമെന്റിലെ കാര്യങ്ങൾ നിർണ്ണയിക്കാൻ പോകുന്നത്. ആർക്ക് എത്ര സമയം, നമുക്ക് വ്യവസ്ഥാപിതമായ നടപടിക്രമങ്ങൾ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും ഈ കഴിഞ്ഞ 20 വർഷമായിട്ട് ഇന്ത്യൻ പാർലമെന്റിലും പല സംസ്ഥാന നിയമസഭകളിലെല്ലാം സ്പീക്കർ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ വക്താവായിട്ട് മാറുന്നു. അതുകൊണ്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞത് TDP അത് ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും, പക്ഷെ മറന്നുകൂടാ, GMC ബാലയോഗി ആയിരുന്നു 1999 കോalition ഗവൺമെന്റ് സമയത്ത് NDA ഗവൺമെന്റിന്റെ TDPയുടെ GMC ബാലയോഗി ആയിരുന്നു സ്പീക്കർ. അപ്പൊ സ്പീക്കർ സ്ഥാനം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ ഇപ്പോ 240 സീറ്റുള്ള BJP അതിന് തയ്യാറാവുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. രണ്ടാമത്തത്, ഇനി വരുന്ന മാസങ്ങൾ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് വളരെ ടെസ്റ്റിംഗ് ടൈം ആയിരിക്കും. അതായത് ഇപ്പൊ നമുക്ക് ഈ ഇലക്ഷന് കണ്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു ആന്റി മോഡി വേവ്, ഒരു ആന്റി മോഡിനേക്കാൾ ആന്റി ഇൻകംബൻസി വേവ് ഉണ്ടായിരുന്നു. അപ്പോഴും നമ്മുടെ സർവേകളിലൊക്കെ, എക്സിറ്റ് പോളൊക്കെ അല്ല ഞാൻ പരാമർശിക്കുന്ന, മറ്റു പല സർവേകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യം ഓൾട്ടർനേറ്റീവ് ആരാണ് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. ആ ഓൾട്ടർനേറ്റീവിൽ കുറെ ആൾക്കാർ രാഹുൽ ഗാന്ധിയിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് 55 എന്നുള്ളത് 99 മാറിയിട്ടുള്ളത്. തീർച്ചയായും അത് നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷെ ഇനി 99 നിന്നും ഒരു 150 200 ആവണമെങ്കിൽ അത് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പാർലമെന്റിൽ എങ്ങനെ പ്രസംഗിക്കുന്നു, ഏത് രീതിയിൽ ഈ കാര്യങ്ങളെ മുന്നിൽ നിന്ന് നേരിടുന്നു, അത് നമ്മുടെ ഈ വോട്ടേഴ്സിന്റെ ഇടയിലുള്ള ചില ആശങ്കകളുണ്ട്. അത് നമ്മൾ പൊളിറ്റിക്സ് അല്ല ഞാൻ പറയുന്നത്, നമ്മൾ സർവേകളിലൊക്കെ കാണുന്ന കാര്യമാണ് പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ രാഹുൽ ഗാന്ധി, ആദ്യത്തെ ഘടകം, രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഏറ്റെടുക്കുമോ അതോ പിൻബെഞ്ചിൽ ഇരിക്കുമോ പഴയതുപോലെ, അദ്ദേഹം കാര്യങ്ങളിൽ ഇടപെട്ട് സംസാരിക്കുമോ, ഈ പുറത്ത് പറയുന്നത് പോലെ തന്നെ പാർലമെന്റിനകത്തും ശക്തമായി നിരന്തരം ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുമോ, ഈ കാര്യങ്ങൾ ഇന്ത്യൻ ജനത ഇപ്പോൾ കാണാനാഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അവര് നോക്കിക്കൊണ്ടിരിക്കുന്ന രാഹുൽ തന്നെയല്ലേ നല്ലത്. കാരണം ഒരു കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായിട്ട് ഒരു പദവിയും രാഹുൽ ഏറ്റെടുത്തിട്ടില്ല എങ്കിൽ പോലും രാഹുലിനെ തന്നെ കാണുവാനായിരിക്കില്ലേ ഇഷ്ടപ്പെടുക? അതെ ഞാൻ പറഞ്ഞത്, രാഹുൽ ഗാന്ധിയുടെ ഇത് നമുക്കിപ്പോൾ ഇത് ചർച്ച ചെയ്യാന്നല്ലേ പറ്റുള്ളൂ. രാഹുൽ ഗാന്ധി പലപ്പോഴും ഈ പൊസിഷൻസിൽ നിന്നൊക്കെ മാറി നിന്നിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു. നമ്മൾ പല രീതിയിലൊക്കെ അതിനെ പല ആൾക്കാരും ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും രാഹുൽ ഗാന്ധി ഒരിക്കൽ പോലും, ഇപ്പോൾ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് വലിയൊരു ഡിബേറ്റ് തന്നെയാണ്. അദ്ദേഹം ആ സമയത്ത് ഏതെങ്കിലും ഒരു മന്ത്രിസ്ഥാനം വഹിക്കണമായിരുന്നു, ഭരണത്തിൽ എക്സ്പീരിയൻസ് നേടണമെന്ന് വിചാരിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരെ പോലും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനൊരു തിരിച്ചുവരവിന്റെ പാതയിൽ രാഹുൽ ഗാന്ധി എടുക്കുന്ന പൊസിഷൻസ്, അത് ഈ പ്രതിപക്ഷ നേതാവിന്റെ പൊസിഷൻ എടുക്കുകയാണെങ്കിൽ അത് വലിയൊരു മെസ്സേജ് കോൺഗ്രസ് പാർട്ടിക്കും പ്രതിപക്ഷത്തിനൊക്കെ കൊടുക്കുകയാണ്. അതിന് അദ്ദേഹം തയ്യാറാകുമോ എന്നുള്ളതാണ് എല്ലാവർക്കും കൗതുകമുള്ള ഒരു ചോദ്യം. അതേപോലെ തന്നെ നമ്മൾ രാഹുൽ ഗാന്ധി ഒരുപാട് വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞൊരു എനിക്ക് തോന്നുന്നു 2-3 വർഷത്തിനുള്ളിൽ വളരെയധികം വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ അംഗീകരിക്കുന്നു പൊളിറ്റിക്കൽ ഒബ്സർവേഴ്സ് എന്ന നിലയിൽ. ആ മെച്യൂരിറ്റി കൂടുതൽ നമ്മൾ പാർലമെന്റിൽ കാണിക്കുകയും കാര്യങ്ങൾ ഇടപെട്ട് സംസാരിക്കുകയും ചെയ്യുകയാണെങ്കിൽ, അതേപോലെ തന്നെ അദ്ദേഹം പാർട്ടിയെ ഡെവലപ്പ് ചെയ്യാൻ, പാർട്ടിയെ ബിൽഡ് ചെയ്യാൻ പല സംസ്ഥാനങ്ങൾ, ഞാൻ ഇപ്പോഴും വീണ്ടും പറയുന്നു, 99 അല്ലെങ്കിൽ 100 110 സീറ്റ്, ഇനി കൂടുതൽ ആൾക്കാർ വന്ന് 100-ൽ കൂടുതലായ പോലും പാർട്ടിയുടെ അടിസ്ഥാനപരമായ ഘടന പല സംസ്ഥാനങ്ങൾ, ഇപ്പോൾ തമിഴ്നാട് നോക്കൂ, ഉത്തർപ്രദേശ് നോക്കൂ, ഇവിടെയൊക്കെ നമ്മൾ സീറ്റ് ജയിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ പാർട്ടിയുടെ സംഘടനാ സംവിധാനം വളരെ മോശമാണ്. അപ്പൊ അദ്ദേഹം അതിനുവേണ്ടി എത്രത്തോളം സമയം ചെലവാക്കുന്നു, അതിനുവേണ്ടി അദ്ദേഹം പാർട്ടിയിൽ എന്തെല്ലാം കാര്യങ്ങൾ നടത്തുന്നു, അതിനുവേണ്ടി അദ്ദേഹം രാജ്യത്തുടനീളം എങ്ങനെയല്ല യാത്ര ചെയ്ത് പാർട്ടിയെ ബിൽഡ് ചെയ്യുന്നു, ഇതെല്ലാം നിർണായകമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നു, രാഹുൽ ഗാന്ധി എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നു, ഇതൊക്കെ രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ശ്രീ TP ജയചന്ദ്രൻ, പക്ഷേ പഴയ രാഹുൽ ഗാന്ധി അല്ല പുതിയ രാഹുൽ ഗാന്ധി. അത് മാത്രമല്ല, ഇന്നത്തെ ഒരു ആരോപണം, അതും പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ്, അതൊരു ഗുരുതരമായ കാര്യമാണ്. പ്രതിപക്ഷ നേതാവൊന്നുമല്ല എങ്കിൽ പോലും അദ്ദേഹം അത് ഉന്നയിക്കുവാനുള്ള ആർജവം കാട്ടുമ്പോൾ അതിന് മറുപടി പറയേണ്ടതാണ് കേന്ദ്രത്തിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ. അതല്ലെങ്കിൽ പുതുതായിട്ട് അധികാരമേൽക്കുമ്പോൾ ആ സമയത്ത് എങ്കിലും ഓഹരി വിപണിയിൽ വലിയ രീതിയിലുള്ള കൃത്രിമം കാണിക്കുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ വൻകിട നിക്ഷേപകർ ലാഭമുണ്ടാക്കി, ചെറുകിടക്കാർക്ക് നഷ്ടമുണ്ടാക്കി എന്നുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത്. അപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരുന്നതിന് മുന്നോടിയായി രാഹുൽ ഗാന്ധിയുടെ ഒരു മെസ്സേജാണ് അങ്ങോട്ട് വരുന്നത്, ഇതാ ഞാൻ വരുന്നു എന്ന്.
മഞ്ജുഷേ, രാഹുൽ ഗാന്ധി വളർന്നു വരട്ടെ, രാജ്യത്തിന്റെ ഒരു പ്രതിപക്ഷ നേതാവായിട്ട് അദ്ദേഹം വളരട്ടെ, ഭരണപരമായ അദ്ദേഹത്തിന്റെ കഴിവുകൾ അദ്ദേഹം കാണിക്കട്ടെ. അത് തന്നെയല്ലേ ഈ രാജ്യത്തിന് മുതൽക്കൂട്ടാവേണ്ടത്. പക്ഷേ കൃത്രിമമായിട്ട് അത് ഉണ്ടാക്കാൻ സാധിക്കുമോ? അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾ ആദ്യം മുതൽ പരിശോധിക്കും. മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പാർട്ടി പാർലമെന്റിൽ അവതരിപ്പിച്ച ബില്ല് കീറി മുഖത്തെറിഞ്ഞ ആളാണ് അദ്ദേഹം. കഴിഞ്ഞ കുറെ കാലഘട്ടങ്ങളിലായിട്ട് അദ്ദേഹം തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ഉന്നയിച്ച ആരോപണത്തിൽ സസ്റ്റൈനബിൾ ആയിട്ട് അദ്ദേഹം ഉറച്ചു നിന്നിട്ടുണ്ടോ? റാഫേൽ മുതൽക്ക് ഇങ്ങോട്ടുള്ള ഓരോന്നും എടുത്തു നോക്കൂ. ഇപ്പൊ പറഞ്ഞതും അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ നിന്ന് ഉയർന്നു വന്നതാണ് എന്ന് വിശ്വസിക്കാൻ തന്നെയാണ് എനിക്കും ഇഷ്ടം. ഞാനും അങ്ങനെ തന്നെ ആവാൻ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നു. അദ്ദേഹത്തിന് പറഞ്ഞ കാര്യങ്ങൾ എന്താ ആധികാരികതയാണുള്ളത്. ഒരു കാര്യം മഞ്ജുഷയെ, ഹരിയും നമ്മളും ഒക്കെ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഇനിയും നരേന്ദ്രമോദിയെയും പ്രസ്ഥാനത്തെയും മനസ്സിലാക്കിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞു 400 പാർ അബ് കി ബാർ 400 പാർ എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. വളരെ കൃത്യമായി പ്രതിപക്ഷത്തെ, കോൺഗ്രസിനെ അദ്ദേഹത്തിന്റെ അജണ്ടയിൽ അദ്ദേഹം കഴിഞ്ഞ 2.5 മാസക്കാലം തളച്ചിട്ടു. നോക്കൂ, 22 വർഷം അദ്ദേഹം ഗുജറാത്തിലെ മുഖ്യമന്ത്രി ആയത് മുതൽ ഇങ്ങോട്ടൊന്ന് ആലോചിച്ച് നോക്കൂ. രാഷ്ട്രീയ കോൺഗ്രസ്സുകാർ പഠിക്കണം അദ്ദേഹത്തിൽ നിന്ന്. അദ്ദേഹത്തിനെ എതിർക്കുമ്പോൾ അദ്ദേഹം അതിനൊന്നും എതിർക്കാറില്ല. പക്ഷെ ആ സംസ്ഥാനത്തിൽ അദ്ദേഹം കൃത്യമായി അദ്ദേഹം സെറ്റ് ചെയ്യുന്ന അജണ്ടയുടെ ചുറ്റും കിടന്ന് ഗുജറാത്തിലായാലും ഇന്ത്യയിലായാലും പ്രതിപക്ഷം കറങ്ങുകയല്ലേ. പകരം ഏതെങ്കിലും തരത്തിൽ ക്രിയാത്മകമായിട്ട് മുമ്പോട്ട് വെക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഒരു തിരുത്തലുകളെ ഞാൻ ഹരിയോട് പറയും. ഹരി, അത്തരം വില കുറഞ്ഞ പരിപാടികൾക്കൊന്നും ഞങ്ങളില്ലെന്ന് പറയുമ്പോൾ 5 കൊല്ലമായിട്ടേ ഉള്ളൂ സർ മഹാരാഷ്ട്രയിലെയും ബീഹാറിലെയും തെരഞ്ഞെടുപ്പ് നടന്നിട്ട്. 5 കൊല്ലം മുമ്പ് ബീഹാറിൽ നിങ്ങളിപ്പോ പറയുന്ന ശിവസേന ആരുടെ കൂടെ ചേർന്നാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്? നിങ്ങൾ ഈ പറയുന്ന ഉദ്ധവ് താക്കറെയുടെ കിട്ടിയിരിക്കുന്ന സീറ്റുകളിൽ BJPയുടെ വോട്ടുകളില്ലേ? ഞങ്ങളന്ന് കൂട്ടുമുന്നണിയായിട്ടല്ലേ മത്സരിച്ചത്? ഒറ്റ മുന്നണിയല്ലേ? അവർക്ക് BJPക്കാർ വോട്ട് ചെയ്തു, അവർ BJPക്കാർക്കും വോട്ട് ചെയ്തു. അവരെ തട്ടിക്കൊണ്ടുപോയി ഇവിടെ എടുക്കെടുക്കുമ്പോൾ ഒരു ധാർമ്മികതയും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. 5 കൊല്ലം മുമ്പ് ബീഹാറിൽ നിതീഷ് കുമാർ BJPയുടെ വോട്ട് കൊണ്ടുകൂടിയല്ലേ അദ്ദേഹത്തിന് MLA-മാരുണ്ടായി. തിരിച്ച് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട് ഹരി, അതൊക്കെ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഇത് നിങ്ങൾ അറിയുന്ന മാതിരിയിൽ കരഞ്ഞു പറഞ്ഞിട്ടില്ല. ഏത് ശിവസേന പോയപ്പോൾ അതോ ഞങ്ങളെ പറ്റിച്ചു പോയേ. പൊളിറ്റിക്സിൽ അത് ഞങ്ങൾ സ്വീകരിച്ചു. ഞങ്ങൾ സൈലന്റ് ആയിട്ട് നിന്നു. അവസാനം എന്ത് ചെയ്തു? അവിടെ തക്കതായ രാഷ്ട്രീയ നീക്കങ്ങൾ BJP നടത്തി. അതേ രാഷ്ട്രീയ നീക്കം നടത്തി. ഞങ്ങൾക്കറിയാം ആരാണ് നിതീഷ് കുമാർ എന്ന്, ഞങ്ങൾക്കറിയാം ആരാണ് DMK എന്ന്, ഞങ്ങൾക്കറിയാം ആരാണ് ശിവസേനയെന്ന്, ഞങ്ങൾക്കറിയാം ആരാണ് ഇന്ത്യയിലെ ഓരോ കക്ഷികളും എന്ന്. ഇനിയിപ്പോ ഈ റിസൾട്ടിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. സമാജ്വാദി പാർട്ടിയുടെ ബലത്തിൽ കോൺഗ്രസ് വളർന്നോ? കോൺഗ്രസിന്റെ ബലത്തിൽ സമാജ്വാദി പാർട്ടി വളർന്നോ? DMKയുടെ ശക്തിയിൽ കോൺഗ്രസ് നേട്ടമുണ്ടാക്കിയോ? കോൺഗ്രസിന്റെ നേട്ടത്തിൽ DMK നേട്ടമുണ്ടാക്കിയോ? രാഹുൽ ഗാന്ധി നടന്നുപോയ വഴികൾ അത് ഇളക്കി മറിച്ചു അദ്ദേഹം എന്നൊക്കെയൊക്കെ പറയുന്നത്. ആ ഓരോ സ്ഥലത്തെയും അപഗ്രഥിക്കുമ്പോൾ നമ്മൾ 1-2 അപവാദങ്ങൾ ഉണ്ടാകാം. അതിനപ്പുറത്തേക്ക് എന്താണുള്ളത്? ഇനി നോർത്ത് ഇന്ത്യയിലും ദക്ഷിണേന്ത്യയിലും മത്സരിച്ച് ജയിച്ചു എന്ന് പറയുമ്പോൾ വയനാട്ടിലേക്കൊന്ന് വരണം സർ. 4.5 ലക്ഷമായിരുന്നു ഭൂരിപക്ഷം. ഇപ്പോഴത് എവിടെ എത്തി? 3.5-ലെത്തി. ഓ, അത് അതിന് വലിയ വിഷയമുണ്ടോ? ഞങ്ങളുടെ നേട്ടവും അല്ലല്ല, അത് വിലയിരുത്തി കാണേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ വാരാണസി ചർച്ച ചെയ്യേണ്ടി വരും. അല്ല അല്ല, ഞാൻ പറയുന്നത് അത് വലിയൊരു അല്ല. ഞാൻ മഞ്ജുഷെ പറയാൻ കാരണം അതൊരു വലിയ എന്തോ സംഭവമായിട്ടാ. 7 ലക്ഷം ഭൂരിപക്ഷം ഉള്ളവരും ഉണ്ട് ഈ ഗവൺമെന്റിൽ ഉള്ളവര്. 10 ലക്ഷം ഭൂരിപക്ഷം ഉള്ളവരും ഉണ്ട് ഈ ഗവൺമെന്റിന്റെ ഭാഗമായവർ. ഞാൻ ഇതൊരു വലിയ എന്തോ സംഭവമാണെന്ന് ചിത്രീകരിച്ചുകൊണ്ട് പറഞ്ഞതാ. അവിടെ നോക്കൂ, മറിച്ച് നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഈ എണ്ണത്തിനൊന്നും അല്ലല്ലോ കാര്യങ്ങളുള്ളത്. മറിച്ച് ഞാൻ ചോദിക്കുന്നത്, കഴിഞ്ഞ 10 വർഷം ഇന്ത്യയിലെ പ്രതിപക്ഷ നിരത്തിരുന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിലൂടെ ഭരണപരമായി ഒന്നും നേടാൻ കഴിയാത്തവർ. മഞ്ജുഷേ, 30 കൊല്ലം മുമ്പാണ് ഇന്ത്യ മഹാരാജ്യത്ത് ഒരു കക്ഷിക്ക്, ഒരു നേതാവിന് 3rd ടൈം ഭരണം കിട്ടുന്നത്. 60 കൊല്ലം മുമ്പ്, 1962 ശേഷം 60 കൊല്ലം കഴിഞ്ഞു, 62 കൊല്ലം കഴിഞ്ഞു. ഇതെന്താ നമുക്ക് നിസ്സാരമായി കാണാൻ കഴിയാത്തത്? ഈ 10 വർഷം ഉണ്ടായിട്ടും നിങ്ങൾ ഈ പറയുന്ന ആന്റി ഇൻകംബൻസി ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോഴും അതൊന്നും കാണാതെ ഈ അവസരവും തരുമ്പോൾ അതിനെ അംഗീകരിക്കാൻ തയ്യാറാവാതെ സുഗമമായിരിക്കില്ല എന്നാണ് ശ്രീ ജി വി ഹരി രാഹുൽ ഇന്ന് ഉന്നയിച്ച ആരോപണം പറഞ്ഞു കൊടുക്കൂ. ശ്രീ ജയേന്ദ്രൻ മാഷേ 2 കാര്യങ്ങളാണ്. മാഷ് പറഞ്ഞല്ലോ, രാഹുൽ ഗാന്ധി ഒരു നല്ല പ്രതിപക്ഷ നേതാവായി വളരട്ടെ എന്നങ്ങ് ആഗ്രഹിച്ചു അല്ലെങ്കിൽ ആശംസിച്ചു. ഞാനതിനെ സ്വാഗതം ചെയ്യുന്നു.
അതിനകത്ത് അദ്ദേഹം ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾ പണ്ട് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു, ഞങ്ങൾക്ക് അപ്പോഴും നിങ്ങൾ പറയുമ്പോഴും ഞങ്ങൾക്ക് ശ്രീ രാഹുൽ ഗാന്ധിയെ വിശ്വാസമാണ്, ഞങ്ങൾ അദ്ദേഹത്തിനോടൊപ്പം നിന്നു, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നമ്മൾ എല്ലാ പിന്തുണയും നമ്മൾ നൽകിയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ രണ്ടാം UPA സർക്കാരിൽ എല്ലാവിധമായ അവസരവും ഉണ്ടായിരുന്ന ആളാണ് ശ്രീ രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിയുടെ വലിയൊരു പ്രത്യേകത, ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഒരു മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കാൻ അവസരം കിട്ടുന്ന ഒരാളെന്ന നിലയിൽ വ്യക്തിപരമായ ഇൻറ്റേണൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ, ഇതേ ചോദ്യങ്ങൾ പാർട്ടിയിൽ പ്രവർത്തകരടക്കമുള്ള ആളുകൾ ചോദിച്ചിട്ടുണ്ട്. കുട്ടികൾ, ഞാൻ നയിക്കുന്ന സംഘടനകളുടെ യോഗങ്ങളിൽ അദ്ദേഹം വരുമ്പോൾ കുട്ടികൾ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് അങ്ങ് ഇത്തരത്തിലുള്ള ഇതിൽ നിന്ന് മാറി നിൽക്കുന്നതെന്ന് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ ഉത്തരം ഞാൻ കേട്ടിട്ടുള്ളത്, ഈ അധികാരത്തിൽ വന്ന് അധികാരത്തിൻ്റെ ശീതളഛായയിൽ അമരുന്നതിന് പകരം പാർട്ടിയെ ശക്തിപ്പെടുത്തുകയും ജനങ്ങളെ സേവിക്കുകയും ചെയ്യുന്നതിന് കൂടുതൽ അവസരങ്ങൾ ലഭിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത് അദ്ദേഹം പറഞ്ഞാൽ നേരിട്ട് കേട്ടിട്ടുള്ള ആളാണ്. അന്ന് പ്രധാനമന്ത്രിയായിരുന്നു, ഇപ്പം ഡോക്ടർ ധനരാജ് പറഞ്ഞതുപോലെ പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബചരിത്രം എടുത്തു നോക്കിയാലും മതി, അദ്ദേഹത്തിൻ്റെ അമ്മ ശ്രീമതി സോണിയാഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനം ആദ്യം വേണ്ട എന്ന് പറഞ്ഞ ആളാണ്. അതോടൊപ്പം അദ്ദേഹവും അത് വേണ്ടാന്ന് വെച്ചിട്ട് അദ്ദേഹം ചെയ്തതെന്താണ്, ഈ പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളായിരുന്നു അദ്ദേഹം നടത്തിയത്. അതിൻ്റെ ആ ഒരു ശക്തിപ്പെടുത്തലിന് സമയമെടുക്കും. നമുക്കറിയാം, ഇവിടെ ഡോക്ടർ ധനരാജ് പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഈ വിജയത്തിന്, അല്ലെങ്കിൽ ഇത്തവണത്തെ ഈ ഒരു വിജയത്തിലേക്ക് പൂർണ്ണമായിട്ട് എത്താൻ സാധിക്കാത്തതിൻ്റെ പിന്നിൽ അദ്ദേഹം സൂചിപ്പിച്ചതുപോലുള്ള സംഘടനാപരമായിട്ടുള്ള വീഴ്ചകൾ കുറവുണ്ട് പലയിടത്തും നോർത്ത് ഇന്ത്യയിൽ. രാഹുൽ ഗാന്ധി ഇന്ന് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് BJP ഇപ്പോൾ മറുപടി നൽകുകയാണ്. പീയൂഷ് ഗോയലാണ് വാർത്താ സമ്മേളനം നടത്തുന്നത്. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഈ നിക്ഷേപകരെ ഭയപ്പെടുത്തുകയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത്. ഈ ആ ഒരു പ്രൊപ്പഗാണ്ട, അതായത് വിദേശ പ്രൊപ്പഗാണ്ട നടപ്പിലാക്കുന്നു രാഹുൽ ഗാന്ധി. ഒരു മുൻധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ രാഹുൽ ഉന്നയിക്കുന്നത്. ഇന്ത്യയുടെ എക്കോണമി അത് വളരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓഹരി വിപണി എന്ന് പറയുന്നത് ടോപ്പ് 5 ഇൻ ദ വേൾഡ് ഇന്ത്യയുടെ. അതൊന്നും രാഹുൽ കാണുന്നില്ല. പകരം വിദേശ ശക്തികളുടെ ഇംഗിതത്തിന് രാഹുൽ വഴങ്ങുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ BJP തിരിച്ചുന്നയിക്കുന്നത്. പീയൂഷ് ഗോയൽ വാർത്താ സമ്മേളനം. അതാണ് ഇതിനകത്ത് ആ മറുപടിയിൽ തന്നെ ഉണ്ട് എല്ലാം. ആ മറുപടി ഇപ്പോൾ നോക്കൂ, നമുക്ക് ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ ശ്രീ രാഹുൽ ഗാന്ധി ചോദിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുണ്ട്, അതിനൊന്നും നമുക്ക് മറുപടി കിട്ടിയിട്ടില്ല. പല ചോദ്യങ്ങൾക്കും, അദാനിയും അംബാനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾക്കൊന്നും അങ്ങ് പറയുന്നത് പോലെ ഉത്തരങ്ങളൊന്നും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അതാണ് ഏറ്റവും രസകരം. പക്ഷെ അത് പറഞ്ഞ് തീർന്നില്ല, അതിനു മുമ്പ് ഉത്തരം വന്നിരിക്കുന്നു. ഇതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പറഞ്ഞു തീർന്നില്ല, അതിനു മുമ്പ് ഉത്തരം വരികയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ആ ഒരു മാറ്റം തന്നെയാണ് നമ്മുടെ രാജ്യം കാണാൻ പോകുന്നത്. അപ്പം പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയാം. ഈ വിഷയത്തിലേക്ക് ഞാൻ വരികയാണ്. മഞ്ജുഷ ചോദിച്ചതുകൊണ്ട്, മഞ്ജുഷ ഇതിനകത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തിൻ്റെ ആരോപണം ഇതായിരുന്നു, 400 എന്ന് പറഞ്ഞ ആ ഒരു സീറ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വീണ്ടും വലിയ ഭൂരിപക്ഷത്തിൽ BJP അധികാരത്തിൽ വരും, അതോടൊപ്പം ശ്രീ നരേന്ദ്രമോദിയും അതോടൊപ്പം അമിത്ഷായും ഇവിടെ എത്രയും പെട്ടെന്ന് ഈ ദിവസം ഇൻവെസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു. 2 പ്രധാനപ്പെട്ട ഇൻ്റർവ്യൂകൾ ഒരേ ചാനലിൽ കൊടുത്തു എന്നാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞ ആരോപണം ഇതാണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നു അവർ എന്താ സംഭവിച്ചത്. ഒരു സുപ്രഭാതത്തിൽ അവർ അധികാരത്തിലേക്ക് വരില്ല എന്ന് വരുമ്പോൾ വലിയ രീതിയിൽ നമുക്കറിയാം സെൻസെക്സ് ഇടിഞ്ഞതായിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ 41 ലക്ഷം എന്നാണ് അദ്ദേഹം പറഞ്ഞത്, 31 ലക്ഷം കോടി രൂപയുടെ നഷ്ടം ഈ രാജ്യത്തെ റീറ്റെയിൽ ആയിട്ട്, അതായത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് സംഭവിച്ചു എന്നാണ് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ കേന്ദ്രത്തിന് അല്ലെങ്കിൽ വെളിയിൽ നിന്നുള്ള വിദേശ രാജ്യത്തുള്ള ആളുകൾക്ക് നഷ്ടമുണ്ടായതിനെക്കുറിച്ചല്ല ശ്രീ രാഹുൽ ഗാന്ധി ആശങ്കപ്പെട്ടത്. അദ്ദേഹം പറഞ്ഞത് അതിലൂടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഈ രാജ്യത്തുള്ള ഏകദേശം 5 കോടി ജനങ്ങൾക്കെന്നാണ് അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം ഞാൻ കണ്ടത്. രാഹുൽ ഇപ്പോൾ ഈ ഒരു അലിഗേഷൻ ഉന്നയിച്ചതിന് കാരണം ഉടൻ തന്നെ മറുപടി പറയാൻ ബാധ്യസ്ഥരാകും. അതിതുവരെ ഉണ്ടായിട്ടുണ്ടോ? എത്രയോ ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചു. അദാനിയുമായി ബന്ധപ്പെട്ട് എന്താണ് നിങ്ങൾക്ക് അദാനിയുമായിട്ടുള്ള ബന്ധം എന്ന് ചോദിച്ചു. മറുപടി ഉണ്ടായിട്ടുണ്ടോ? ശരി, ഡോക്ടർ ഡി ധനരാജ്, താങ്കൾ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? രാഹുൽ ആരോപണം ഉന്നയിച്ചു, അടുത്ത നിമിഷം തന്നെ BJP പ്രതിരോധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. BJP പീയൂഷ് ഗോയലിന്റെ വാർത്താ സമ്മേളനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ നമ്മൾ പഴയ കാലത്തും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പുതിയ സാഹചര്യത്തിൽ ഈ ഒരു ഗവൺമെന്റ് ഫോം ചെയ്തിട്ടില്ലല്ലോ. ഗവൺമെന്റ് ഫോം ചെയ്യാൻ ഇനിയും എനിക്ക് തോന്നുന്നു 8-ാം തീയതി 9-ാം തീയതിയാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഗ്യാപ്പിനിടയിൽ ഇക്വേഷൻസ് എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം. നമ്മളിപ്പോൾ പറഞ്ഞതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇക്വേഷൻസ് കോയിലേഷൻ പൊളിറ്റിക്സിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഗവൺമെന്റ് ആരൊക്കെ സഖ്യകക്ഷികൾ കൂടി വരുന്നു, അങ്ങോട്ട് മാറുമോ ഇങ്ങോട്ട് മാറുമോ. പിന്നെ ഒരു കാര്യം കൂടി പറയാം, നമ്മൾ ഈ പറയുന്ന
സെൻസെക്സും മാർക്കറ്റും എല്ലാം നാഷണൽ ലെവലിൽ നമ്മളിപ്പോൾ 5 കോടി എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്? ബോംബെയിലാണ്. മഹാരാഷ്ട്ര പൊളിറ്റിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മഹാരാഷ്ട്ര പൊളിറ്റിക്സും മഹാരാഷ്ട്രയിലെ അതിൽ അന്തർലീനമായിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളും അവരുടെ ഓരോ അജണ്ടയും ഓരോരുത്തരുടെ താല്പര്യങ്ങളും ഒക്കെ ഇതിൽ ഉണ്ട്. അപ്പോൾ അതിനെ മാനേജ് ചെയ്യാൻ പീയൂഷ് ഗോയൽ ജയിച്ചു. എനിക്ക് തോന്നുന്നു നോർത്ത് വെസ്റ്റ് ബോംബെ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹത്തെ കൊണ്ട് തന്നെ പ്രീവിയസ് കോമേഴ്സ് മിനിസ്റ്ററിനേക്കാൾ ഉപരിയായി അദ്ദേഹത്തെ കൊണ്ട് അത് മറുപടി പറയിപ്പിക്കുന്നതിൽ വേറൊരു സൂചന ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ അടുത്ത ദിവസങ്ങളിലുള്ള ഇങ്ങനെയുള്ള കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഇപ്പൊ ഇതുകൊണ്ട് ഇനി രാഹുൽ ഗാന്ധി വീണ്ടും മറുപടി പറയോ, ഇതൊക്കെ ജനം കൗതുകത്തോടെ വീക്ഷിക്കുന്നുണ്ടാവും. അപ്പൊ അവിടെയാണൊരു ലീഡറിന്റെ ഉയർത്തെഴുന്നേൽപ്പും തളർച്ചയും വീഴ്ചയും രണ്ട് സൈഡിലും ഉണ്ടാവും. ഞാൻ രാഹുൽ ഗാന്ധിയെ മാത്രം കുറ്റം പറയല്ല. അവിടെയാണ് ഒരു ലീഡറാവുന്നത്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചോളാം. നമ്മൾ ഒരു രാഷ്ട്രീയ നേതാവിന് ഏറ്റവും വേണ്ട, എൻ്റെ ഒരു ഒബ്സർവേഷനാണ്, പവർ ഹംഗ്രി ആയിരിക്കണം. നമ്മുടെ ഫിലോസഫിക്കലായിട്ട് രാഷ്ട്രീയത്തെ കാണാൻ പറ്റില്ല. അങ്ങനെ ഫിലോസഫിക്കലായിട്ട് രാഷ്ട്രീയത്തെ കണ്ടു കഴിഞ്ഞാൽ അതൊരു സോഷ്യൽ സർവീസ് ആയിട്ട് മാറും. സോഷ്യൽ സർവീസ് എന്ന് പറയാനാണ് അന്നാണ് 1947 സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഗാന്ധിജി പറഞ്ഞത് നമുക്ക് കോൺഗ്രസിനെ സോഷ്യൽ സർവീസ് ആക്കി മാറ്റാം. അത് അവർ അംഗീകരിച്ചില്ല, വീണ്ടും രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് തുടർന്നു. അപ്പോൾ പവർ ഹംഗ്രിയുള്ള ആൾക്കാരാണ് നമുക്ക് രാഷ്ട്രീയത്തിൽ തിളങ്ങുള്ളൂ. ആ പവർ ഹംഗ്രിയിലേക്ക് രാഹുൽ ഗാന്ധി മാറുന്നുണ്ടോ എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിന്റെ പ്രസക്തമായൊരു ചോദ്യം. എനിക്കറിയില്ല ശ്രീ ടി പി ജയചന്ദ്രൻ, ശ്രീ GV ഹരി പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്തതിന്. ഇന്നത്തെ പ്രൈം ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു: സഖ്യകക്ഷികളുടെ സമ്മർദ്ദം അതിജീവിക്കാൻ മോദിക്കാകുമോ? മോദിക്ക് കഴിയുമെന്ന് 52% പ്രേക്ഷകർ, കഴിയില്ല എന്ന് 46%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.